ദൈവത്തിൻ്റെ സഭയെ അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും ഏൽപ്പിച്ച് വളർത്തും. നമ്മുടെ ഉപവാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ദൈവം 2012 മുതൽ ദൈവസഭയ്ക്ക് തരാൻ പോകുന്ന വലിയ ഉണർവിന്, വലിയ വളർച്ചയ്ക്ക് ബാധകമായി നിൽക്കുന്നത് ഇവിടെ നിന്ന് ആരംഭിക്കുന്ന വീര്യപ്രവൃത്തികളും രോഗശാന്തികളുമാണ്. അതിനുവേണ്ടി സഭയെ ഒരുക്കുക എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനമായ കാര്യം. എൻ്റെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒന്ന്, അല്ലെങ്കിൽ ശുശ്രൂഷയുടെ ആരംഭം മുതൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒന്ന്, ദൈവം ഒരു കൃപാദാനം പകർന്നു തന്നാൽ അത് സംഭരിച്ചു വെക്കുവാൻ കൊള്ളാവുന്ന ഒരു പാത്രം നമ്മുടെ കാണും. ഒരു ചോരുന്ന പാത്രം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആരും അതിലേക്ക് പകരത്തില്ല, ബുദ്ധിയുള്ള ആരും അതിലേക്ക് പകരത്തില്ല. കർത്താവ് പറഞ്ഞു, ഒരു പുതിയ വീഞ്ഞ് ഇറങ്ങി വരണമെങ്കിൽ ഒരു പുതിയ തുരുത്തി ഉണ്ടല്ലേ പറ്റുള്ളൂ. നമ്മുടെ തുരുത്തിയെ ക്രമീകരിക്കുക എൻ്റെ ഏറ്റവും പ്രധാന ആശയങ്ങളിൽ ഒന്നാതാണ്. ഇത്രയൊക്കെ കർത്താവ് നമ്മളെ കൊണ്ടുവരുവാനുള്ള അതിപ്രധാന കാരണം അതാ, നമുക്കൊരു തുരുത്തി ഉണ്ടാകണം. പുറകോട്ട് ഒന്ന് ഇറങ്ങി നോക്കിയാൽ 2008 ഏറെക്കുറെ 7000-ഓളം പേര് നമുക്കുണ്ടായിരുന്നു. 2008 ബഥേലിന് ഏറെക്കുറെ 7000-ഓളം പേരുണ്ടായിരുന്നു. 2008 ഏറ്റവും ശക്തമായ പ്രശ്നങ്ങൾ ഇവിടെ നടന്നത്. അന്ന് നമ്മൾ ഏറെക്കുറെ 4000-ആയി കുറഞ്ഞു. 5 ഭാഷകളുണ്ടായിരുന്നത് 4-ആയി കുറഞ്ഞു. ഇവിടെ ഇരിക്കുന്ന ഒത്തിരി പേർക്കറിയാം, സത്യത്തിൽ 3 ശില്വാനമേ ഉള്ളായിരുന്നു, 4 തന്നെ തീർത്തു പറയാൻ കൊള്ളുകയില്ലായിരുന്നു. പക്ഷേ ഇന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ 3 വർഷം കൊണ്ട് നടന്ന ചേഞ്ച്, അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ കഴിഞ്ഞ കോൺഫറൻസ് നടക്കുമ്പോൾ എത്ര പേര് സ്നാനപ്പെട്ടവരുണ്ട്, എത്ര പേര് രക്ഷിക്കപ്പെട്ടവരുണ്ട്, എത്ര പേര് സ്ഥിരമായി അറ്റൻഡ് ചെയ്യുന്നു എന്നിങ്ങനെയുള്ളവരുടെ ഒരു അക്കൗണ്ട് കൊടുക്കണം എന്നവരാവശ്യപ്പെടുകയും സർട്ടൻ ഫോംസ് അവർ തരികയൊക്കെ ചെയ്തു. അത് പൂരിപ്പിക്കേണ്ടതിന് വേണ്ടി നമ്മുടെ ഔട്ട് സ്റ്റേഷനിൽ നമ്മൾ തന്നെ ഒരു പഠനം നടത്തുമ്പോഴാണ് എന്നെ കൂടെ അമ്പരപ്പിച്ച അടുത്ത കണക്കിലേക്ക് നമ്മൾ വന്നത്. നമ്മൾ 2008 ഒടുവിലുണ്ടായിരുന്ന ഏറെക്കുറെ 4000-ൽ നിന്ന് 15,000-ആയി കളഞ്ഞു. നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ കഴിയുമോ? ഇത് വിശ്വസിക്കാൻ കഴിയുമോ? ഇതിൻ്റെ കാരണം പാത്രം ക്ലീനായി. നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ടോ? ഉറപ്പുള്ള ഒന്നിനകത്ത്, ചോരാത്ത ഒന്നിനകത്ത് മാത്രമേ തമ്പുരാൻ പകരത്തുള്ളൂ. ചോർച്ചയില്ലാത്തൊരു പാത്രം, ഉറപ്പുള്ള ഒന്ന്, കർത്താവെ തരണേ എന്ന് മുകളിലേക്ക് നോക്കി അപേക്ഷിക്കുന്ന ഒന്ന് ഉണ്ടാക്കിയെടുക്കുവാൻ അങ്ങേയറ്റം ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു ശുശ്രൂഷകൻ എന്ന സാഹചര്യത്തിൽ ഇത് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു സഭയുടെ പാസ്റ്റർ എന്ന സാഹചര്യത്തിൽ ദൈവം എന്നെ ഏൽപ്പിച്ച ആശയങ്ങൾ ദൈവസഭയുടെ മുമ്പിൽ വെക്കുകയും ദൈവത്തിന് പകരാൻ കൊള്ളാവുന്ന ഒരു പാത്രം ഉണ്ടാക്കിയെടുക്കുക എന്ന ആശയം എൻ്റെ അകത്തുണ്ട്. 2, വ്യക്തിപരമായി കർത്താവിനെ സേവിക്കുന്ന ഒരു വ്യക്തി എന്നതിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ദൈവസഭയ്ക്ക് വേണ്ടി ചെയ്യുവാൻ കർത്താവിൽ ഞാനും ശരണപ്പെടുന്നുണ്ട്, ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാം കാഴ്ചപ്പാടും താല്പര്യങ്ങളും ഇതാ. ഓരോ ഏരിയയെ ദൈവത്തിന് വേണ്ടി ഡെവലപ്പ് ചെയ്യുക. ദൈവം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന വിശുദ്ധന്മാരെ ദൈവത്തിന് പകരുവാൻ കൊള്ളാവുന്ന പാത്രങ്ങളാക്കി ഒരുക്കുക. ലീഡർഷിപ്പിൻ്റെ താല്പര്യങ്ങളിൽ ഒന്നതാ. 2, വ്യക്തിപരമായി നാം ദൈവത്തെ ശുശ്രൂഷിക്കുമ്പോൾ നമ്മിലൂടെ ആ ശുശ്രൂഷ കാണണം. യോഹന്നാൻ പറഞ്ഞതുപോലെ, ബദർഷിബു പറഞ്ഞതുപോലെ, മരിച്ചവർ ഉയർക്കും എന്ന കാഴ്ചപ്പാട് സഭയ്ക്കുണ്ട്, എനിക്കുണ്ട്. പക്ഷേ എൻ്റെ അടുക്കൽ വന്ന് ഇപ്പോൾ ഒരു ശവത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചാൽ ഞാൻ പ്രാർത്ഥിക്കുമെന്ന് തോന്നുന്നില്ല. അതിൻ്റെ കാരണം, ഇതിന് പ്രാർത്ഥിക്കുക എന്ന് ദൈവം എന്നോട് പറയാതെ ഇങ്ങനെ ഒരു വലിയ കാര്യത്തിന് അറ്റംപ്റ്റ് ചെയ്താൽ ഞാൻ ആ ആശയങ്ങളുടെ അകത്തോട്ട് ഇറങ്ങാൻ പോകുകയാണ്. ഞാൻ അഥവാ ഒരു നാണക്കേടുണ്ടായാൽ അത് സഭയ്ക്കുണ്ടാകരുത്. അതുകൊണ്ട് ഈ ആശയങ്ങൾ ഗ്രഹിക്കുന്നവർക്കായി സ്തോത്രം. എനിക്കൊരു ഒറ്റപ്പെട്ട വ്യക്തിത്വം എന്ന നിലപാടിനപ്പുറത്ത് ഞാൻ ഒരൊറ്റയാളിനെ നിരുത്സാഹപ്പെടുത്തുകയല്ല, ഇവിടെ അത് സംഭവിച്ചിരിക്കും. ഒരൊറ്റപ്പെട്ട വ്യക്തി എന്നതിനേക്കാൾ ഉപരി ഞാനൊരു സഭയെ പ്രതിനിധീകരിക്കുന്നു എന്നെനിക്കറിയാവുന്നത് കൊണ്ട് അത്രയും പേരുടെ മാന്യത ഞാൻ സൂക്ഷിച്ചേ മതിയാകത്തുള്ളൂ. കർത്താവിനെ ഏൽപ്പിക്കുന്നത് വളരെ ഡെഫിനറ്റായിട്ട് ഞാൻ ചെയ്യും. കർത്താവിനെ ഏൽപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഒരു പ്രാവശ്യം കൂടെ അത് ആവർത്തിച്ച് പറയാം, കർത്താവ് ഏൽപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെപ്പോലെ വിശ്വസിക്കുന്ന പലരും ഇതിനകത്തുണ്ട്. ദൈവം നമ്മുടെ തന്നിരിക്കും. പക്ഷെ ദൈവം അത് സ്പെസിഫിക്കായി ഏൽപ്പിക്കുന്നത് വരെ ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ. ഞാൻ ആ ഒരു ഭാഗം വളരെ ഗൗരവമായി ആദ്യമേ എടുത്തു. രണ്ടാമതൊരു ഭാഗം കൂടി എടുക്കാനുണ്ട്, നാളെ ആയിരിക്കും ചിലപ്പം പോകുന്നത്, എനിക്കറിഞ്ഞുകൂടാ. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ കർത്താവ് തന്നിരിക്കുന്നത് സുബോധമായി കൈകാര്യം ചെയ്യുവാൻ കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക. മരിച്ചവർ ഉയർക്കും. അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ ചിലരെ കർത്താവ് ഏൽപ്പിച്ചു. പക്ഷേ വർഗീസിൻ്റെ കൈകൊണ്ട് തന്നെ അല്ലായിരിക്കും, ഇതിനകത്തിരിക്കുന്ന പലരുടെയും കൈകൊണ്ട് ഉയർക്കും. നമുക്കതിനു വേണ്ടി ഒരുമിച്ച് ശ്രമിക്കാം. കർത്താവ് നമുക്ക് വേണ്ടി ഇത് ചെയ്തു തരും. രോഗികൾ സൗഖ്യമാകും. നമുക്കതിനു വേണ്ടി ഒരുമിച്ച് ചെയ്യാം. പരിശുദ്ധാത്മാവ് എന്നെ ഏൽപ്പിച്ച ഒരാശയം, കെട്ടുറപ്പുള്ള ഒരു പാത്രം.
ഞാൻ ആ പദം പിന്നെ ഉപയോഗിക്കുന്നുണ്ട്. PG വർഗീസ് ഇവിടെ വന്നപ്പോൾ പറഞ്ഞ ആ ഒരു പദം എത്ര പേര് ശ്രദ്ധിച്ച് എനിക്കറിഞ്ഞുകൂടാ. എം എ വർഗീസിനെ എന്തിനു വേണ്ടി വിളിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? റിംഗ് ലീഡേഴ്സിൻ്റെ സീനിയർ ലീഡേഴ്സിൻ്റെ മീറ്റിങ്ങിന് വേണ്ടി എം എ വർഗീസിനെ വിളിക്കാറുണ്ട്. പറഞ്ഞാൽ അദ്ദേഹം അടുത്തൊരു പദം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ലെവലിലുള്ളവർക്കേ അത് മനസ്സിലാകത്തുള്ളൂ. കെട്ടുറപ്പുള്ള ഒരു സമൂഹം നിലവിൽ വരണമെങ്കിൽ അതിനാവശ്യമുള്ള ഉപദേശങ്ങൾ വേണം. അത് വെറും സാധാരണമായ ഒന്നിൽ പോകത്തില്ല, അതിനേക്കാൾ മുകളിലേക്ക് അത് ഉയരുന്നതാണ്. ദൈവത്തിൻ്റെ തിരുസഭയുടെ പ്രത്യേകത, ആരെയാണ് കർത്താവ് ശുശ്രൂഷ ചെയ്യിപ്പിച്ചത്? യേശു ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ഊനമില്ലാത്ത ദൈവത്തിൻ്റെ കുഞ്ഞാടായി ഇറങ്ങി വന്ന ദൈവപുത്രൻ താൻ ചെയ്തതിനേക്കാൾ ഉപരി നമ്മെക്കൊണ്ട് ചെയ്യിക്കേണ്ടതിന്, ഞാൻ ഒന്നുകൂടെ പറയാം, താൻ ചെയ്തതിനേക്കാൾ ഉപരി നമ്മെക്കൊണ്ട് ചെയ്യിക്കേണ്ടതിന്, നമ്മുടെ മുമ്പിൽ ചില മാതൃകകൾ കാണിച്ചു തരേണ്ടതിന് ഇറങ്ങി നിന്ന പ്രത്യേക സാഹചര്യത്തിൽ തൻ്റെ കൈകൊണ്ട് അത്യത്ഭുതങ്ങൾ നടന്നു. അതിനേക്കാൾ വലുത് നമ്മെക്കൊണ്ട് ചെയ്യിക്കേണ്ടതിന് തിരുസഭയിലേക്ക് കർത്താവ് ചിലത് പകർന്നു തരും. ദൈവത്തിൻ്റെ സഭയിലേക്ക് പകർന്നു തരും. പക്ഷേ സഭ എന്ന പാത്രം ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിക്കുവാൻ ഉറപ്പുള്ളതാകണം. പുതിയ വീഞ്ഞ് പഴയ തുരുത്തിൽ പകരത്തില്ല. എന്നും സഭയ്ക്ക് പുതുമ കൊടുക്കുന്ന ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളിലൂടെ ഒന്നോട് ഓടിപ്പോകുവാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. എന്തിനൊക്കെ പാസ്റ്ററെ കൂടെ ഇത് എടുക്കുന്നത്? ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഞാനിത് തൊടാറുണ്ട്. ഈ വർഷം എടുത്തില്ല. അടിസ്ഥാന ഉപദേശങ്ങൾ അങ്ങുഞ്ഞൊക്കെ തൊട്ടു, ഇല്ലെന്നല്ല, എന്നാൽ എടുത്തില്ല. ഇന്നും ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല അടിസ്ഥാന ഉപദേശം. ഒന്ന് ഓടിച്ച് ചിന്തിക്കുവാൻ മാത്രം താല്പര്യപ്പെടുന്നു. സഭയ്ക്ക് ചില അടിസ്ഥാന ഉപദേശങ്ങളുണ്ട്. സാത്താനോട് പ്രാർത്ഥിക്കുന്ന, സാത്താനെ ആരാധിക്കുന്ന ആളുകൾ സാത്താനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ 6 പോയിൻറ്റ്സ് ഇവിടെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടുള്ളവരുടെ കൈ ഒന്ന് കണ്ടോട്ടെ. എല്ലാവരുടെയും കൈ കിട്ടിയിട്ടില്ലെന്ന് എനിക്കറിയാം. കണ്ടിട്ടുള്ള ഇത്രയും പേര് കണ്ടിട്ടുണ്ട്. കൈ താത്തിട്ടാട്ടെ. അതിനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവരുടെ കൈ ഒന്ന് കാണാമോ? അതിനെക്കുറിച്ച് ഇതുവരെയും കേട്ടിട്ടില്ലാത്തവരുടെ കുറച്ച് പേരുണ്ട്. ഓക്കെ, നിങ്ങളുടെ അറിവിന് വേണ്ടി ചില പോയിൻറ്റ്സ് ഞാൻ തൊടാൻ പോവാം. സാത്താനെ ആരാധിക്കുന്ന ആളുകൾ, സൈറ്റൻ വർഷിപ്പേഴ്സ്, സാത്താനോട് പ്രാർത്ഥിക്കുന്ന 6 കൂട്ടം പോയിൻറ്റ്സ് എഴുതിയ ഒന്നാണ് ഈ സൈറ്റൻ വർഷിപ്പേഴ്സ്. ആരുടെയും കയ്യിൽ കോപ്പി ഉണ്ടോ? ഇല്ല. സൈറ്റൻ വർഷിപ്പേഴ്സ് പ്രാർത്ഥിക്കുന്ന ഒന്നാണ്. നമ്മുടെ അതിൻ്റെ ഒരു കോപ്പി കിട്ടിയിരുന്നു. ചർച്ച് ഓഫ് സൈറ്റൻ എന്ന് എഴുതിയ ഹെഡ്ലൈനിൽ ഇവിടെ കിട്ടിയിരുന്നു. ഡോക്ടർ ഡെറിക് പ്രിൻസ് പരസ്യപ്പെടുത്തിയിരിക്കുന്ന അനുഗ്രഹങ്ങളോ ശാപങ്ങളോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം, ബ്ലെസ്സിങ്സ് ഓർ കഴ്സസ് യു ക്യാൻ ചൂസ് എന്ന പുസ്തകത്തിൻ്റെ 4ാമത്തെ ചാപ്റ്ററിൽ അദ്ദേഹം അത് വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അത് കിട്ടി. ഞാൻ പറഞ്ഞു ചർച്ച് ഓഫ് സൈറ്റൻ എന്ന് എഴുതിയിരിക്കുന്ന ഹെഡ്ലൈൻസിൽ നമ്മുടെ കൈ കിട്ടി. എൻ്റെ കോപ്പിയുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ കൊണ്ടുവന്നില്ലെന്നേ ഉള്ളൂ. വീട്ടിലിരിപ്പുണ്ട് കോപ്പി. ആരെങ്കിലും ഒരാൾ പെട്ടെന്ന് നിങ്ങൾ വലിച്ചു കയറിക്കളെ ഞങ്ങൾ തീരാതിരിക്കാൻ വേണ്ടി പല കോപ്പി എടുത്ത് ഒത്തിരി പേരെ കൊടുത്തിട്ടുണ്ട്. സോ ഇറ്റ്സ് ഓൾ ഡേ. അതങ്ങനെ എളുപ്പം അങ്ങ് പോകുന്നതൊന്നുമല്ല. ലക്ഷക്കണക്കിന് കോപ്പികൾ അത് അടിച്ച് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട് പലരായിട്ട്. അതിനകത്തെ ഒരു പോയിൻ്റാണ്, കൃപാവരം ഇല്ലാത്ത സഭകൾ വളരാം, പക്ഷെ ദൈവസഭ കൃപാവരങ്ങളെ നിരാകരിക്കണം. ദൈവസഭ കൃപാവരങ്ങളെ നിരാകരിക്കണം. കൃപാവരങ്ങളെ നിരാകരിച്ചാൽ തുടർന്ന് ദൈവം സഭയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യത്തില്ല. അത് പിശാചിന് നമ്മളെക്കാൾ നന്നായിട്ടറിയാം. പാസ്റ്റർ അനി ജോർജ് ഇവിടെ വന്നു. ദൈവം അത്ഭുതം ചെയ്തതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഏറ്റവും നന്നായി ദൈവം ഉപയോഗിച്ചുകൊണ്ട് സ്തോത്രം. പക്ഷേ അതിൻ്റെ കാരണങ്ങളിൽ ഒന്ന് സഭയുടെ പ്രാർത്ഥനയാണ്. ആ ദൈവവേദിയിലൂടെ എഴുന്നേറ്റ് നിന്നപ്പോൾ തന്നിലൂടെ ദൈവശക്തി വ്യാപരിക്കാൻ കാര്യം വിശ്വസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു ഗ്രൂപ്പ് ഇവിടെ ഉണ്ടായതുകൊണ്ടാണ്. കൃപാവരങ്ങൾ ഇവിടെ നടന്നതുകൊണ്ട് അതിൻ്റെ ചൂട് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതിൻ്റെ നന്മ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എത്ര കോള എനിക്ക് വന്നെന്നറിയാമോ? എന്തുമേണ്ട് ഇമെയിൽസ് വന്നെന്നറിയാമോ? കാര്യം കൃപാവരം നടക്കുന്നത് പലയിടത്തിരുന്ന് കണ്ടു. ഗ്ലോബലായി, ലോകവ്യാപകമായി അത് ചെയ്ത് കാണിക്കുവാൻ തമ്പുരാൻ ഇവിടെ തിരിഹിതമായി ചെയ്ത് കാണിച്ചത് എന്തിനു വേണ്ടിയാണ്? തൻ്റെ മഹത്വം അലരേഖരെ അറിയിക്കാനായിട്ടാണ്. സാത്താനെ ആരാധിക്കുന്ന ആളുകൾ പ്രാർത്ഥിക്കുന്നതിലൊന്നാണ് കൃപാവരങ്ങൾ. ദൈവസഭ അഗണ്യമായി കരുതണം. വേറൊന്നറിയാമോ? ഉപവസിക്കുന്ന പതിവ് ദൈവസഭ നിർത്തിക്കളയണം. നമ്മുടെ ഇടയിൽ ഉപവസിക്കാത്ത ഒത്തിരി പേരുണ്ട്. ഇൻഫ്ലുവൻസ് എവിടെ നിന്നൊക്കെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഉപവാസ പ്രാർത്ഥനകൾ നെഗ്ലക്റ്റ് ചെയ്യുന്ന പലരുണ്ട്. മാറട്ടെ. ദൈവത്തിന് ആവശ്യമുള്ളത് കെട്ടുറപ്പുള്ള ഒരു ദൈവസഭയാണ്. ഒരുപാട് ആശയങ്ങൾ തൊട്ടു. ഈ സൈറ്റൻ വർഷിപ്പേഴ്സ് പറയുന്ന ഒന്ന്, പാപവുമായി കോംപ്രമൈസ് ചെയ്യുന്ന, പാപം ചെയ്താലും കുഴപ്പമില്ല, ചർച്ച് വന്ന് കിട്ടിയാൽ മതി എന്ന് പറയുന്ന പാസ്റ്റേഴ്സ് സഭയ്ക്കകത്ത് വരണം. അത് സാത്താൻ വർഷിപ്പേഴ്സിന് ഭയങ്കര താല്പര്യമാണ്. കാര്യം അതോടെ ദൈവം അതിനെ കൈവിട്ടു. പിന്നെ അത് ദൈവത്തിൻ്റെ ഇരിക്കുകയില്ല. ദൈവം പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന കെട്ടുറപ്പുള്ള ചിലത് പുറത്തു വരണം. അവർ എടുത്തു പ്രാർത്ഥിക്കുന്ന ഒന്നാണ്, 7 അടിസ്ഥാന ഉപദേശങ്ങളിലുള്ള സഭകൾ ഇല്ലാതെ പോകണം. 7 അടിസ്ഥാന ഉപദേശങ്ങളുള്ള സഭകൾ ഇല്ലാതെ പോകണം.
നാളെ എന്നെ ആരെങ്കിലും ഒന്ന് ഓർപ്പിക്കാമെങ്കിൽ, ചെറുമേനെ ഒന്ന് ഓർപ്പിക്കുമെങ്കിൽ നാളെ രാവിലെ ഞാൻ ഇതിൻ്റെ ഒരു കോപ്പി ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കാം. ആരുടെയും കയ്യിൽ അതിൻ്റെ കോപ്പി ഉണ്ടോ? നാളെ കൊണ്ടുവരത്തേക്കുള്ള ഫ്രീ ആയിട്ട്. ഓക്കെ, ഞാൻ തന്നെ കൊണ്ടുവരാൻ നോക്കാം. സാത്താനെ ആരാധിക്കുന്ന ആളുകൾ സാത്താനോട് പ്രാർത്ഥിക്കുന്ന 6 പോയിൻറ്റ്സ്. അതിലൊന്നാണ് 7 അടിസ്ഥാന ഉപദേശങ്ങൾ സൂക്ഷിക്കുന്ന സഭകൾ ഇല്ലാതെ വരണം. അങ്ങനെയാണെങ്കിൽ 7 അടിസ്ഥാന ഉപദേശങ്ങൾ സൂക്ഷിക്കുക എന്നത് നമ്മുടെ കടമയാണ്. ഇതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അതുവഴി ഒന്ന് പോയി ഉള്ളി അക്കാഡമിക് ക്ലാസ്സാണ്, ബൈബിൾ ക്ലാസ് എന്ന് മാത്രം പിന്നെ കണക്ക് കൂട്ടിയാൽ മതി. ഒരാത്മീയ അന്തരീക്ഷം തമ്പുരാൻ ഇതിനിടയ്ക്ക് തരികയാണെങ്കിൽ ഞാൻ എണ്ണ എടുത്ത് റെഡിയാക്കി വെച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാനൊരു ഗൈഡൻസ് എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി ഗൈഡൻസിൻ്റെ മേൽ പ്രവർത്തിക്കുന്നയാളാണ് ദൈവം തരുന്നത്. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇത്രയും വന്നത്. ഈ പറഞ്ഞ 4000-ൽ നിന്ന് 7-ൽ നിന്ന് 4 4-ൽ നിന്ന് തിരിച്ച് 15 കിളന്നെങ്കിൽ അതിൻ്റെ പുറകിൽ ഏതാണ്ടൊക്കെ ഉണ്ട്. ദൈവം അത് ചെയ്തതിൻ്റെ ഒരു പ്രധാന കാരണം ഗൈഡൻസിൽ പോകുന്നതുകൊണ്ട്. എനിക്ക് പെട്ടെന്നൊരു ആത്മവ്യാപാരം ദൈവം തന്നാൽ, അല്ലെങ്കിൽ ഒരു ആത്മീക അന്തരീക്ഷം ദൈവം തന്നാൽ, പ്രാർത്ഥിക്കാൻ വേണ്ടി എണ്ണ എടുത്ത് റെഡിയാക്കി വെച്ച പാത്രം കഴുകി എണ്ണ എടുത്ത് വെച്ചേച്ചാൽ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇവിടെ ഇരിപ്പുണ്ട്, ആർക്ക് വേണേൽ എടുത്തുകൊണ്ടിരാം. എന്നാൽ ആ ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ എത്തുന്നെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മളൊരല്പസമയത്തെ വചന പഠനമായിട്ട് പോകാനായി താല്പര്യപ്പെടുന്നത്. പെന്തക്കോസ്ത് നാളിൽ ദൈവസഭയുടെ ഉദ്ഘാടനം നടന്നു. ഞാൻ ആ പദം പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. ദൈവസഭ ഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യാൻ പരിശുദ്ധാത്മാവ് തീരുമാനിച്ചു. വിശ്വസിക്കുന്നവരുടെ കൂട്ടമെന്നാണ് ആദ്യമേ നമ്മളെ വിളിച്ചിരുന്നത്. ക്രിസ്ത്യാനികൾ എന്നൊക്കെ പേരുണ്ടായത് പിന്നെ. സഭ എന്ന പേരിൽ ദൈവം നമ്മളെ അറിയുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിൻ്റെ ഒടുവിൽ മുതലാണ്. അതുവരെ വിശ്വസിച്ചവരുടെ കൂട്ടം, ശിഷ്യന്മാരുടെ കൂട്ടം എന്നൊക്കെയാണ് നമ്മളെ അറിഞ്ഞിരുന്നത്. നമ്മൾ ശിഷ്യന്മാരുടെ കൂട്ടമാണ് എന്ന് മറക്കരുത്. ഒന്നുകൂടെ പറയാം, നമ്മൾ ശിഷ്യന്മാരുടെ കൂട്ടമാണ് എന്ന് മറക്കരുത്. യേശു തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചേച്ച് പറഞ്ഞു, നിങ്ങൾ പോകുമ്പോൾ ലോകത്തിൻ്റെ അറ്റത്തോളം പോയി യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം പ്രസംഗിക്കണം, വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം. പക്ഷേ അവിടെ ഒരു പദം ഉപയോഗിച്ചിട്ടുണ്ട്, സ്നാനപ്പെടുത്തി ശിഷ്യരാക്കിക്കൊള്ളണം. ഇന്നും ആർഗ്യുമെൻ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. യേശു പറഞ്ഞത് ശിഷ്യരാക്കി സ്നാനപ്പെടുത്താനല്ലേ, അതോ സ്നാനപ്പെടുത്തി ശിഷ്യരാക്കാനാണോ? ഇത് തമ്മിലൊരു വ്യത്യാസമുണ്ട്, മനസ്സിലായോ? സ്നാനപ്പെട്ട ശേഷം ശിഷ്യത്വത്തിലേക്ക് നടത്തുകയാണോ, അതോ ശിഷ്യരായ ശേഷം സ്നാനപ്പെടുത്തുകയാണോ എന്ന്. ശിഷ്യത്വത്തിലേക്കൊരു തീരുമാനമെടുത്തതിനെ സ്നാനപ്പെടുത്തുകയായിരുന്നു യഥാർത്ഥത്തിൽ ചെയ്തത്. പിന്നെ അവരെ പഠിപ്പിച്ച് ശിഷ്യത്വത്തിലേക്ക് കൊണ്ടുവരികയാണ്. ശിഷ്യത്വം എന്ന് പറഞ്ഞാൽ എന്തുവാ? ചോദ്യം ചെയ്യാതെ യജമാനനെ അനുസരിക്കുന്ന ഒന്നാണ്. ഈ റിബലിയസ് സ്പിരിറ്റ് കട്ട് ചെയ്ത് കളയുന്ന ഒന്നാണ്. ദൈവം ഏറ്റവും വെറുക്കുന്ന ഒന്നാണത്, സ്പിരിറ്റ് ഓഫ് റിബലിയൻ. അതുള്ളയിടത്ത് ഒരാത്മവ്യാപാരം നടക്കത്തില്ല. നമ്മൾ ദൈവസന്നിധിയിൽ ഒന്ന് കീഴടങ്ങാനും താഴാനും, കർത്താവേ എനിക്കത് തരാൻ അങ്ങേക്ക് കഴിയുമല്ലോ, അടിയനെ അത് ഏൽപ്പിക്കണമേ എന്ന് പറയാനും തുനിയണം. ഞാൻ ചില സമയത്ത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എയർഫോഴ്സിലിരുന്ന സമയത്ത് ഏറ്റവും ഒടുവിലായി ഒരു കോർട്ട് മാർഷൽ കാണാൻ ദൈവം എനിക്കിടയാക്കി. ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ ദൈവം എയർഫോഴ്സിൽ നിന്ന് പഠിച്ചിറപ്പിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചാണ് ഇറക്കിയത്. അതിനകത്ത് ഒരു കോർട്ട് മാർഷൽ കാണാൻ എന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയാൻ വയ്യാത്തൊരു കാണും, മിലിറ്ററിയുടെ ഒരു കോർട്ട് കൂടുന്നത് ഒന്ന് കാണാൻ. അങ്ങനെ ഒരു ചാൻസ് എനിക്ക് അതിനു മുമ്പേ കിട്ടിയിട്ടില്ല. കോർട്ടൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും മിലിറ്ററിയുടെ ഒരു കോർട്ടിനകത്ത് ഇരുന്ന് ഒരു തർക്ക വിഷയം ഒന്ന് കേട്ടേച്ച് പുറത്തു വരുവാൻ, അല്ലെങ്കിൽ ഒരു തീരുമാനം അവിടുത്തെ ജഡ്ജിമാർ എടുക്കുന്നത് കണ്ടേച്ച് പുറത്തു വരാൻ കർത്താവ് എനിക്കൊരു കൃപ തന്നു. ഒന്ന് ശ്രദ്ധിച്ചോണേ, ഞാൻ റിബലിയസ് മൈൻഡ് എന്ന ആശയത്തിലാണ്. ചിലർ ഈ എടുത്തുചാട്ടത്തിൽ നിന്ന് പലതും സംഭവിച്ചു പോകും. ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഞാനൊരു ഇൻസ്ട്രക്ടറായിട്ടാണ് എയർഫോഴ്സ് ക്യാമ്പിൽ ഏറ്റവും ഒടുവിൽ ജോലി ചെയ്തിരുന്നത്. ഒരു ടെക്നിക്കൽ ഇൻസ്ട്രക്ടറായിരുന്നു. അന്ന് എൻ്റെ കൂടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നതിൽ ഒരു സാറ് കൈക്കൂലി വാങ്ങിച്ച് കുട്ടികളെ ജയിപ്പിക്കുമായിരുന്നു. ഞാൻ അറിഞ്ഞിട്ടില്ല, എന്നോടാരും വിളിച്ച് ചോദിച്ചിട്ടുമില്ല, ചെയ്യുമായിരുന്നു പോലും. അദ്ദേഹം ഒരു കുട്ടിയോടൊരിക്കൽ പറഞ്ഞു, നിന്നെ ജയിപ്പിച്ചേക്കാം, ഇത്ര രൂപ തരാൻ. എന്തുവാ? 150 രൂപ, 150 രൂപ കൊടുക്കാമെങ്കിൽ നിന്നെ ജയിപ്പിക്കാമെന്ന് പറഞ്ഞു. അവന് ആ സാറിനോട് പറഞ്ഞു, എൻ്റെ ഇപ്പോൾ കാശില്ല, അങ്ങ് ജയിപ്പിച്ചേക്ക്, പിന്നെ കാശ് തരാം. അവൾ പറഞ്ഞു, അതൊന്നും നടക്കില്ല, കാശ് തന്നെങ്കിലേ ജയിപ്പിക്കത്തുള്ളൂ. ഇവർ തമ്മിൽ തർക്കമായി. ഈ ചെറുക്കൻ ചെന്ന് ഞങ്ങളുടെ സെക്യൂരിറ്റി ഓഫീസറെ വിവരം അറിയിച്ചു. അവിടം വരെ എനിക്കറിയാം. ഞങ്ങളുടെ സെക്യൂരിറ്റി ഓഫീസറെ വിവരം അറിയിച്ചു, സാറേ ഞാനും സാറും ഈ സാറും, എനിക്ക് മാർക്കിടുന്ന സാറും സെക്യൂരിറ്റി ഓഫീസറായ സാറും ഞാനും, നമ്മൾ മൂന്നും ഒരേ സ്ഥലത്തു നിന്ന് വരുന്ന, ബീഹാറിൽ നിന്ന് നമ്മൾ മൂന്നും ഒരേ സ്ഥലത്തു നിന്ന് വരുന്നതാണ്. ആ ഒരു നാട്ടുകാരായതിൻ്റെ പേരിൽ 150 രൂപ പിന്നെ കൊടുത്തേക്കാൻ, ജയിപ്പിക്കാൻ പറഞ്ഞിട്ട് അയാൾ സമ്മതിക്കില്ല. അപ്പോൾ സാർ ഇതിനകത്തൊന്ന് ഇടപെടണം. അയാൾ പറഞ്ഞു, അതിന് കുഴപ്പമില്ല, 150 രൂപ ഞാൻ നിനക്ക് അങ്ങോട്ട് തരാം, നീ അവൻ്റെ ലങ്ങ് കൊടുത്തേക്ക്. അവനെ ഞാൻ ഉടനെ അറസ്റ്റ് ചെയ്യും. ഒരു സെക്യൂരിറ്റി ഓഫീസറെ കൊണ്ട് കാര്യങ്ങൾ കഴിയും. അദ്ദേഹം ഈ ചെറുക്കനോട് പറഞ്ഞു, പൈസ കൊടുക്കാമെന്ന് പറയും, എവിടെ വെച്ച് വേണം, എങ്ങനെ വേണം, നടന്ന ചരിത്രമാണ് ഞാൻ ഈ തൊടുന്നത്, എവിടെ വെച്ച് വേണം, എങ്ങനെ വേണമെന്നൊക്കെ പറയാൻ പറഞ്ഞു. എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചു വെച്ച് പറഞ്ഞു, നാളെ വൈകുന്നേരത്ത് ഈ കാശ് വാങ്ങിക്കുന്ന സാറ് മെസ്സിൽ വരും,
മെസ്സിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഇന്ന സ്ഥലത്ത് ഞാൻ നിൽക്കണമെന്നും കാശ് അങ്ങോട്ട് കൊടുത്തേക്കണമെന്നോ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു. അത്രയും ചെയ്തേക്ക്. ഇതേ ഒരു 100 രൂപയുടെ നോട്ടെടുത്ത് അതിൻ്റെ വെള്ള ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ ഇനീഷ്യലിട്ടു. ഒരു 50 രൂപയുടെ നോട്ടെടുത്ത് അതേലും അദ്ദേഹത്തിൻ്റെ ഇനീഷ്യലിട്ടു. ഒരു കവറിനകത്താക്കി കൊടുത്തേച്ച് പറഞ്ഞ് ഇത് ഐഡിയയിലോട്ട് കൊടുത്തേക്കണം. നീ യൂണിഫോമിലാണ് നടക്കുന്നത്, തൊപ്പിയൊക്കെ വെച്ചാണ് നടക്കുന്നത്. അദ്ദേഹം ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉടനെ നീ ആ തൊപ്പി എടുത്തൊന്നും വീശിയേക്കണം. മോഹം വേറൊന്നും വേണ്ട. വാങ്ങിച്ചില്ലെങ്കിൽ ചെയ്യരുത്. വാങ്ങിച്ചു കഴിഞ്ഞാൽ നീ ആ തൊപ്പി എടുത്ത് പതുക്കെ ഒന്ന് വീശിയേക്കണം. ദൂരെ പോലീസുകാർ നോക്കിക്കൊണ്ട് നിൽപ്പുണ്ടാവും. അവൻ ഇതുവഴി വരും, അറസ്റ്റ് ചെയ്യും. സെക്യൂരിറ്റി ഓഫീസർ എല്ലാ ക്രമീകരണവും ചെയ്തു. എയർഫോഴ്സിൻ്റെ ഫോട്ടോഗ്രാഫറെ വിളിച്ചു ഫോട്ടോ എടുക്കാൻ വേണ്ടി. പോലീസുകാരെ നിർത്തി സകല ക്രമീകരണവും ചെയ്തു. ഈ നോട്ടുമായിട്ട് ഒരു കവറിനകത്താക്കി ഈ കൊച്ചൻ വഴി നിന്നു. പറഞ്ഞ സമയത്ത് അതേ സ്ഥലത്ത് ഈ കാശ് വാങ്ങിക്കുന്ന സാർ എത്തി. സാറിൻ്റെ കയ്യിലോട്ട് ഇത് കൊടുത്തു. അദ്ദേഹം അത് കൈ വാങ്ങിക്കാതെ അങ്ങനെ ഒരു സൈക്കിളിലാണ് വന്നത്. വളരെ 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 വിദഗ്ധമായി അതിൻ്റെ മുന്നിൽ ഒരു ബാഗ് തൂക്കിയിരുന്നു. ഈ ബാഗിലോട്ട് ഇട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ ബാഗിനകത്തോട്ട് ഈ കാശ് ഇട്ടു. ഞാൻ അത് തൊപ്പിയെടുത്ത് ഒന്ന് വീശി. സാർ അങ്ങ് പോവുകയും ചെയ്തു. ഗേറ്റിലോട്ട് ചെന്നു. പോലീസ് അറസ്റ്റ് ചെയ്തു. കയറി വരാൻ പറഞ്ഞു. എന്നാ വേണമെന്ന് ചോദിച്ചു. നിൻ്റെ ഇപ്പോൾ എത്ര രൂപ ഉണ്ടെന്ന് ചോദിച്ചു. സൂക്ഷ്മം അറിയത്തില്ല, എണ്ണിക്കൊണ്ടല്ല ഇറങ്ങിയത്. ഞാൻ അവിടെ ഒന്നും വിശദീകരിക്കുന്നില്ല. മിലിറ്ററി കോർട്ട് കൂടാൻ തീരുമാനിച്ചു. മിലിറ്ററി കോർട്ട് കൂടി. ഒരു വക്കീൽ വാദിക്കാൻ വേണ്ടി സിവിലിയൻ ഒരു വക്കീൽ വന്നു. കാര്യം ഈ പുള്ളി നേരത്തെ വക്കീലുമായി സംസാരിച്ചും ക്രമീകരണങ്ങൾ ചെയ്തു വരുവാണ്. അതുകൊണ്ട് കൈകൊണ്ട് തൊടാതെ ബാഗിനകത്താക്കിയത്, തമ്പ് ഇംപ്രഷൻ ഇല്ലാതിരിക്കാൻ. ഈ വക്കീൽ കോടതിയുടെ മുമ്പിൽ സെക്യൂരിറ്റി ഓഫീസറോട് ഒരു ചോദ്യം ചോദിച്ചു. താങ്കളുടെ ഇവിടുത്തെ അപ്പോയിൻമെൻറ്റ് എന്തുവാ? സെക്യൂരിറ്റി ഓഫീസറായിട്ടാണ്. തൻ്റെ ഡ്യൂട്ടി എന്തൊക്കെയാണ്? ഇൻ്റലിജൻസ് തൻ്റെ ജോലിയാണോ? ഇങ്ങനെ ഒരുത്തനെ വലവെച്ച് പിടിക്കണമെങ്കിൽ അത് ഇൻ്റലിജൻസ് ഓഫീസറുടെ ജോലിയാണ്. മനസ്സിലായോ? അത് സെക്യൂരിറ്റി ഓഫീസറുടെ ജോലിയല്ല. നിൻ്റേതല്ലാത്ത ജോലിയാണ്. നിന്നോടാര് പറഞ്ഞു? ശല്യമായല്ലോ. നിൻ്റേതല്ലാത്ത ജോലിക്ക് നിന്നെ ആര് വിളിച്ചു? ആരും വിളിച്ചില്ല. 2, ഇന്ത്യൻ കറൻസിയിൽ ഒപ്പിടാൻ നിനക്കാരെ അനുവാദം തന്നു? ഇന്ത്യൻ കറൻസിയിൽ ഒപ്പുവെക്കാൻ നിന്നെ ആര് അനുവദിച്ചു? ഇന്ത്യൻ പ്രസിഡൻറ്റിന് അനുവാദം ഉണ്ടോ നിനക്ക് കറൻസിയിൽ ഒപ്പിടാൻ? നീ ആരാ? അവസാനം ഇന്ത്യൻ കറൻസി വൃത്തികേടാക്കിയതെന്നൊരു കേസ്. തൻ്റേതല്ലാത്ത ജോലി ചെയ്ത് ഒരുത്തനെ ആപ്പിലാക്കാൻ ശ്രമിച്ചു എന്ന് വേറൊരു കേസ്. കൈക്കൂലി വാങ്ങിച്ച സാർ മിടുക്കനായി വീട്ടിൽ പോയി. പിടിച്ച സെക്യൂരിറ്റി ഓഫീസറുടെ ജോലി നഷ്ടപ്പെട്ട് ജയിലിലും പോയി. ഞാൻ കണ്ടതാണ്. പരിശുദ്ധാത്മാവ് അന്ന് എന്നോട് ഇടപെട്ട ഒന്നാ, നിൻ്റേതല്ലാത്തതിനകത്ത് ഇടപെടാൻ പോകില്ല. ദൈവം എന്നെ ഏൽപ്പിച്ച കുറേ പണിയുണ്ട്. അത് കർത്താവ് എന്നെ ഏൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുക. ദൈവത്തിൻ്റെ വ്യവസ്ഥയിൽ ഓരോരുത്തർക്കും ഓരോ ജോലിയുണ്ട്. ഞാൻ വേറൊരു ജോലി ചെയ്യാൻ പോയാൽ എൻ്റെ ജോലി തികയ്ക്കാൻ എനിക്ക് സമയം കിട്ടാൻ വരും. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ എഫിഷ്യൻസി കുറച്ച് കളയും. 1. 2, ദൈവം ഏൽപ്പിക്കാത്ത ജോലി ചെയ്തത് കുറ്റകരമായി മാറും. മറക്കരുത്, ദൈവം ഏൽപ്പിച്ചത് ചെയ്യാൻ. ഞാൻ പറഞ്ഞല്ലോ, എനിക്കിങ്ങനെ ഒരു അവസരം എയർഫോഴ്സിൽ നിന്ന് ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പേ 18 വർഷം ഞാൻ എന്നെ തിരുന്നതാണ്. ആ ലാസ്റ്റ് ദിവസങ്ങളിൽ ഒന്നിൽ ഈ ചാൻസ് ദൈവം എന്തിനായിരിക്കും തന്നത്? തരേണ്ട ട്രെയിനിങ് ഒത്തിരി തന്ന് ദൈവസഭയ്ക്ക് പ്രയോജനപ്പെടുത്താനാണ്. എന്നെ ദൈവം ഏൽപ്പിച്ചൊരു ജോലിയുണ്ട്, ഞാനിത് ചെയ്യും എന്ന് പറയുന്നവർക്കായി സ്തോത്രം. വ്യത്യസ്ത തരത്തിലുള്ള ആളുകളെ വ്യത്യസ്ത ജോലി ദൈവം ഏൽപ്പിക്കും. എനിക്ക് എൻ്റെ ജോലിയുണ്ട്, അത് ചെയ്യുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. അവർ മാനിക്കപ്പെടും. എൻ്റേതല്ലാത്ത ജോലി ചെയ്യുന്നത് എൻ്റെ പണിയല്ല. ഞാൻ എൻ്റെ പണി മാത്രം ചെയ്യട്ടെ. ഇന്ന് ദൈവത്തിന് വേണ്ടി എൻ്റെ ജോലി ചെയ്യുവാൻ എന്നെ ഒരു പ്രാവശ്യം കൂടി ഏൽപ്പിക്കുന്നുവെന്ന് സഭയ്ക്കൊന്ന് പറയാമോ? നമ്മിൽ ചിലരെ കർത്താവ് എഴുന്നേൽപ്പിക്കും. അതെൻ്റെ ജോലിയാ. ഞാൻ എൻ്റെ ജോലി ചെയ്തിരിക്കും. ഈ അടിസ്ഥാന ഉപദേശങ്ങളിൽ വേഗത്തിൽ ഒന്നുകൂടെ വരട്ടെ. പണ്ട് ശിഷ്യന്മാരെന്ന് ഇവർക്ക് പേരായിരുന്നു. സഭ എന്ന പേരിൽ ഇവരെ വിളിക്കേണ്ടതിന് സഭയ്ക്ക് രൂപീകരണം കൊടുക്കുവാൻ കർത്താവ് തീരുമാനിച്ചു. അത് പെന്തക്കോസ്തിനാലല്ല നടന്നത്. അപ്പോസ്തലന്മാരുൾപ്പെടെ 120ഓളം ആളുകൾ ഒരുമിച്ച് കൂടിയിരുന്ന ഇടത്ത് പരിശുദ്ധാത്മാഭിഷേകം നടന്നു. ആദ്യത്തെ സെക്ഷൻ ഞാൻ തൊട്ടു തുടങ്ങിയത് അവിടെയാണ്. കർത്താവായ യേശു പിതാവിൻ്റെ വലത്തുഭാഗത്തേക്ക് ആരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവിനെ വാങ്ങി തൻ്റെ ദാസന്മാർക്കായി അയച്ചു. ആ അയച്ച കൂട്ടത്തിൽ 5 വിധ ശുശ്രൂഷകന്മാരെ ആക്കി. 2 കൃപാവരങ്ങൾ കൊടുത്തു. 3 അടയാളങ്ങൾ കൊടുത്തു. അടയാളങ്ങൾ ഞാൻ ടൈം തൊട്ടത് ഓർമ്മയുണ്ടോ? ചിലർക്ക് അടയാളങ്ങൾ കൊടുത്തു, ചില അടയാളങ്ങൾ കൊടുത്തു, കൃപാവരങ്ങൾ കൊടുത്തു. ഇത് രണ്ടും രണ്ടാ. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അത് കൃപാവരമല്ല. കൃപാവരങ്ങൾ ഏൽപ്പിച്ചു, അടയാളങ്ങൾ ഏൽപ്പിച്ചു, വീര്യപ്രവൃത്തികൾ ഏൽപ്പിച്ചു. ഇതെല്ലാം നമ്മളെ കൊണ്ട് നടക്കണം. എന്നിട്ട് സഭയ്ക്ക് തൻ രൂപീകരണം കൊടുക്കുകയാണ്. ആ സഭയ്ക്ക് രൂപീകരണം കൊടുക്കുന്ന സമയം ഹൃദയത്തിൽ കുത്തുകൊണ്ട അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും കണ്ട്
ഹൃദയത്തിൽ കുത്തുകൊണ്ട ഒരു കൂട്ടർ അപ്പോസ്തലന്മാരുടെ അടുക്കലേക്ക് ഓടി വന്നു. ഒരു ചോദ്യം ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? വിശുദ്ധ പത്രോസ് എഴുന്നേറ്റ് നിന്ന് സഭയുടെ ഉദ്ഘാടന കർമ്മത്തിൽ തൻ്റെ പോളിസി വിളിച്ചു പറഞ്ഞു. ദൈവസഭയുടെ പോളിസി എന്താണ്? അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 2-ാമത്തെ അധ്യായം 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ ഈ 7 അടിസ്ഥാന ഉപദേശങ്ങൾ കാണുവാൻ കഴിയും. ഇതിനെ 7 അടിസ്ഥാന ഉപദേശങ്ങളെന്ന് എന്താ വിളിക്കുന്നത്? 7 കൂടുതലുണ്ട്. തപ്പിയിറങ്ങിയാൽ അതിനെ 7 കൂടുതലായിട്ട് നമുക്ക് വിശദീകരിക്കാം. എന്നാൽ 7 ഒരു പൂർണ്ണസംഖ്യ ആയതുകൊണ്ട് ആ 7-നകത്ത് ഒതുക്കുന്നത് നല്ലതാണെന്ന് എന്നേക്കാൾ മുമ്പേ ദൈവവചനം പഠിച്ചവർക്ക് തോന്നിയതുകൊണ്ട്, അത് പൊളിക്കത്തക്ക ഒരു കാരണവും എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ അതിനകത്ത് നിൽക്കുക. എൻ്റെ ജോലി പൊളിക്കുകയല്ല, എൻ്റെ ജോലി അനുസരിക്കുക, എൻ്റെ ജോലി അംഗീകരിക്കുക. നമ്മുടെ ജോലി അതാ. അതുകൊണ്ട് 7 അടിസ്ഥാന ഉപദേശങ്ങളായി അതിനെ വിശദീകരിക്കാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു. 38-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം പറഞ്ഞു, 37-ൽ ഇത് കണ്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടവരായി പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരെ, പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. ഒരു ചോദ്യത്തിന് മറുപടി എന്ന വണ്ണം പത്രോസ് വിളിച്ചു പറയുന്നതാണ് 38 മുതൽ. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. 38-ാം വാക്യം തൊടട്ടെ. നിങ്ങൾ മാനസാന്തരപ്പെട്ട്. ഏറ്റവും അടിസ്ഥാനപരമായ ഉപദേശം മാനസാന്തരത്തിൻ്റെ ഉപദേശമാണ്. നമ്മുടെ മനസ്സിനുണ്ടാകുന്ന വ്യത്യാസം, രക്ഷിക്കപ്പെടുന്നതിൻ്റെ ഏറ്റവും ആന്തരിക ഘടകം നമ്മുടെ മനസ്സിനുണ്ടാകുന്ന വ്യത്യാസമാണ്. തർക്കത്തിൽ തോറ്റ് സ്നാനത്തിന് തീരുമാനിച്ചവരെ എനിക്കറിയാം. ആർഗ്യുമെൻറ്റിൽ പരാജയപ്പെട്ടതുകൊണ്ട് നീ പറയുന്ന സത്യം ഒന്ന് സമ്മതിച്ചു എന്ന് പറയുന്നവരെ എനിക്കറിയാം. ഒരു രോഗം വന്നതുകൊണ്ട് അതിൽ നിന്നൊരു വിടുതലിന് വേണ്ടി ക്രിസ്ത്യാനിയായേക്കാം, യേശുവിനെ അംഗീകരിച്ചോളാം എന്ന് പറയുന്നവരെ കണ്ടിട്ടുണ്ട്. അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും രോഗശാന്തിയും ക്രിസ്തുവിങ്കിലേക്ക് നടത്തുവാനുള്ള മാർഗമാണെങ്കിലും ഒരുവൻ യേശുവിനെ അംഗീകരിക്കുന്നത് മനസ്സിന് വ്യത്യാസം വന്നിട്ടാണ്. ഇന്ന് നമുക്ക് നമ്മോടൊന്ന് ചോദിക്കാം, എൻ്റെ മനസ്സിന് വ്യത്യാസം വന്നിട്ടുണ്ടോ? അതോ ഞാനിപ്പോഴും പഴയ പുള്ളിയാണോ? നമ്മുടെ ജീവിതത്തിൽ നമ്മളെ അലട്ടുന്ന പ്രശ്നം വരുമ്പോഴാണ് അകത്തിരിക്കുന്നത് എന്താണെന്ന് പുറത്തുചാടുന്നത്. സ്മൂത്തായി നടക്കുന്ന സമയത്ത് ആർക്കും ഒരു പ്രശ്നവും കാണത്തില്ല. ഞാൻ പ്രതിസന്ധിയെ നേരിടുമ്പോഴാണ് എൻ്റെ അകത്തിരിക്കുന്നത് പുറത്തുചാടുന്നത്. മാനസാന്തരപ്പെട്ടോ ഇല്ലയോ എന്ന് അറിയുന്നത് അന്നാ. നമ്മുടെ മാനസാന്തരം ആഴത്തിലോട്ട് ഇറങ്ങട്ടെ. മാനസാന്തരത്തെക്കുറിച്ച് അടുത്തൊരു പദം ഞാൻ വീണ്ടും പറയാം. പുതിയ നിയമത്തിൽ വെളിപ്പാട് 2-3 അധ്യായങ്ങളിൽ സഭയോടുള്ള ലേഖനം പരിശുദ്ധാത്മാവ് എഴുതുമ്പോൾ സഭകളുടെ നേതാക്കന്മാർക്ക്, സഭകളുടെ പുരോഹിതന്മാർക്ക്, സഭകളുടെ ദൂതന്മാർക്ക് എഴുതുന്ന ഒരു വാക്ക് കാണാം, മാനസാന്തരപ്പെടുക. മാനസാന്തരം സകല അളവിൽ നമുക്ക് വേണം. എന്നും മനസ്സ് പുതുക്കി നാം രൂപാന്തരപ്പെടണം. ഇന്നത്തേതിനേക്കാൾ ഉപരി ദൈവത്തോട് അടുക്കുവാൻ മാനസാന്തരം ഒരു കണ്ടിന്യൂസ് ഇഫോർട്ടാണ് നമുക്ക് വേണം. ഒരു സഭ ചോർച്ചയില്ലാത്ത, ദൈവത്തിന് കൃപാവരങ്ങൾ പകർന്നു തരാൻ കഴിയുന്ന, ദൈവത്തിന് ഉപയോഗിക്കുവാൻ കഴിയുന്ന കെട്ടുറപ്പുള്ള ഒരു സമൂഹം ഇവിടെ എഴുന്നേറ്റ് വരണമെങ്കിൽ മാനസാന്തരപ്പെടുവാൻ നാം എന്നും തയ്യാറായേ മതിയാകൂ. അതിനുവേണ്ടി നമ്മെ ഒന്നുകൂടെ കേൾപ്പിക്കാം. മാനസാന്തരം. 2, മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിനെങ്കിൽ. സ്നാനമാണ് അടിസ്ഥാന ഉപദേശത്തിൽ 2-ാമത്തേത്. സ്നാനത്തെക്കുറിച്ച് തന്നെ പറയാൻ എന്ത് സമയമെടുക്കും? മാനസാന്തരത്തെക്കുറിച്ച് തന്നെ പറയാൻ എന്ത് സമയമെടുക്കും? സോ ഐ എം നോട്ട് ഗോയിങ് ഇൻ ടു ഇതിൻ്റെ പേരിങ്ങനെ പറഞ്ഞു പോകാം. 2, സ്നാനപ്പെടുക. സ്നാനം രക്ഷയ്ക്ക് മുഖാന്തിരമായി ദൈവം തന്ന 2-ാമത്തെ അടിസ്ഥാന ഉപദേശം. എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. 39 എഴുതിയിരിക്കുന്ന വാക്യത്തിൻ്റെ ആരംഭമത. എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. 3, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. ആത്മാവെന്ന ദാനം ദൈവം നമുക്ക് തരികയാണ്. പരിശുദ്ധാത്മാവ് ദാനമാണ്. അതിൻ്റെ വരങ്ങൾ കൃപയാൽ ലഭിക്കുന്നതാണ്, നമ്മുടെ നന്മകൾ കൊണ്ടല്ല. ഇതിനകത്തിരിക്കുന്ന ഒരാളിനെ ദൈവം കൃപാവരങ്ങൾ ഏൽപ്പിച്ചെങ്കിൽ അത് കൃപ കൊണ്ടാണ്, നമ്മുടെ നന്മ കൊണ്ടല്ല. ചോർച്ചയില്ലാത്ത പാത്രത്തിലെ പകരത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പലതുള്ള ഇടത്ത് എന്തുകൊണ്ട് എൻ്റെ മേലത് പകർന്നു? കർത്താവേ, അത് അങ്ങയുടെ കൃപയാ. എനിക്കതിന് വില കൊടുക്കാൻ ഒക്കത്തില്ല. ദൈവത്തെ ഒരിക്കലും ഞാൻ വില കൊടുത്ത് മാനിക്കുവാൻ, പ്രസാദിക്കുവാൻ എനിക്ക് കഴിയത്തില്ല. അങ്ങയുടെ കൃപ കൊണ്ട് എൻ്റെ മേൽ പകർന്നതാണ് ഈ കൃപാദാനം. ചിലരുടെ മേൽ രോഗശാന്തി തന്ന ദൈവത്തെ സ്തുതിക്കുന്നു. ചിലരുടെ മേൽ അത്ഭുതങ്ങൾ പകർന്ന ദൈവത്തെ സ്തുതിക്കുന്നു. ചിലർക്ക് അടയാളങ്ങൾ പ്രവർത്തിക്കുവാൻ കർത്താവ് കൃപ കൊടുത്തതിനായി എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. മോഹൻഗൗഡയിൽ നമ്മുടെ ചർച്ചയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ശുശ്രൂഷിക്കാൻ കർത്താവ് ചെറിയ തോതിലെങ്കിലും കൃപ തന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹത്തെ കാണണമെന്ന് പലപ്പോഴും ഞാൻ ആഗ്രഹിക്കാറുണ്ട്. ഞാൻ വിളിക്കുമ്പം കിട്ടാറില്ല.
അല്ലെങ്കിൽ ഓക്കെ, കാണേണ്ട സാഹചര്യങ്ങളിൽ കണ്ടിട്ടുമുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ദൈവം ഉപയോഗിച്ചു, അദ്ദേഹത്തെ അവിടെ വെച്ച് ഉപയോഗിച്ചു എന്ന് പറയുന്നത് സത്യത്തിലൊരു കൃപാവരമല്ല. തളർവാദ രോഗിയെ എഴുന്നേൽപ്പിച്ച് വിടുന്ന കൃപാവരമല്ല. ആണെങ്കിൽ ചെല്ലുന്നിടത്തൊക്കെ കാണും. ഇവിടെ വഴക്കുണ്ടാക്കാൻ വന്നവരുടെ മുമ്പിൽ ഒരടയാളമാണ്. മനസ്സിലായോ? വഴക്കുണ്ടാക്കാൻ വന്നവരുടെ മുമ്പിൽ ഒരടയാളമാണ്. ഞാൻ ഒരു സംഭവത്തെ തൊടാൻ പോവാം. പഞ്ചാബിൽ ചെന്ന് ഞങ്ങൾ ആദ്യത്തെ വേല അവിടെ ആരംഭിക്കുമ്പോൾ, അമൃതസറിൽ ഞങ്ങളുടെ വേല ആരംഭിക്കുമ്പോൾ, സിസ്റ്റർ മേരി ഗോവൂര് പറഞ്ഞിരുന്നൊരു ദൂത് എൻ്റെ ഓർമ്മയിലുണ്ട്. ഞാൻ പഞ്ചാബിലേക്ക്, ഞങ്ങൾ ട്രാൻസ്ഫറായി പഞ്ചാബിലേക്ക് പോകുമ്പോൾ സിസ്റ്റർ മേരി ഗോവൂര് ഒരു ദൂത് പറഞ്ഞു. നിന്റെ ജീവിത സൗകര്യങ്ങൾ, പണം, സമയം, കഴിവുകൾ, ഇവയുടെ ആകത്തുക, ഇതിനകത്ത് എന്തെങ്കിലും ഒന്ന് റിസർവ് ചെയ്ത് ചൊക്കത്തില്ല. എനിക്ക് ക്ഷീണമായതുകൊണ്ട് വൈകിട്ട് മീറ്റിങ്ങിന് വരും, നോ, അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. എൻ്റെ വീടിൻ്റെ ആവശ്യം കഴിഞ്ഞേച്ച് വരാം, നോ, അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. കുഞ്ഞിന് അസുഖമായതുകൊണ്ട് ആശുപത്രി പോയിച്ച് വരാം, നോ, അങ്ങനെയൊന്നില്ല. നിൻ്റെ കഴിവ്, പണം, സമയം, ജീവിത സൗകര്യങ്ങൾ, ഇവയുടെ ആകത്തുക എൻ്റെ മുമ്പിൽ സമർപ്പിക്കേണ്ട ഒരു ശുശ്രൂഷയാണ്. അടുത്ത പദം, ഇതെല്ലാം കൂടെ ചെലവഴിക്കുമ്പോൾ തന്നെ ഊഷരഭൂമിയിൽ ഒഴിച്ച വെള്ളം പോലെ ഇതങ്ങ് പോവും, ഒന്നും തിരിച്ചു കാണത്തില്ല. പേടിക്കരുത്, നിന്ന് പ്രവർത്തിക്കുക. ദൈവം നിർത്തുമ്പോൾ പ്രബോധനത്തിൻ്റെ വാക്കുകൾ പ്രവാചകന്മാരിലൂടെ തരുന്നതിനായി സ്തോത്രം. ഞങ്ങൾ പഞ്ചാബിൽ ഞങ്ങളെ ഏൽപ്പിച്ച വേല ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം സന്ധ്യയ്ക്ക് കുഞ്ഞുങ്ങളിത് കേട്ട് കഴിഞ്ഞാൽ ഇന്ന് അവർക്ക് എന്നോട് അരിശം വരും. എൻ്റെ പിള്ളേരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇന്ന് അവർക്ക് എന്നോട് അരിശം വന്നേക്കാം. ഞങ്ങളിവിടെ പോയി കർത്താവിൻ്റെ വേല ചെയ്യുക, ₹1 വീട്ടിലേക്ക് എടുക്കാതെ കിട്ടുന്നത് മുഴുവനും എന്തോ എയർഫോഴ്സിൽ നിന്ന് കിട്ടുന്ന ശമ്പളം, വേറൊന്നുമല്ല. ഞങ്ങൾക്ക് അത്യാവശ്യ ചെലവിനുള്ളത് കഴിയുമെങ്കിൽ റേഷനരി അല്ലാതെ വെളിയിൽ നിന്ന് അരി വാങ്ങിക്കാൻ പണം മുടക്കാതെ, കഴിയുമെങ്കിൽ ഏറ്റവും വില കുറഞ്ഞ പച്ചക്കറി അല്ലാതെ വില കൂടിയ പച്ചക്കറിക്ക് വട്ടിക്കോൾ പണം മുടക്കാതെ ഞങ്ങളുടെ ജീവിതമൊക്കെ ഒത്തിരി ട്രിംഡാണ്. ഞങ്ങളുടെ ജീവിതം വളരെ ഡിസിപ്ലിൻഡ് ആയിരുന്നു. ഞാനിവിടെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരാഴ്ചയിൽ ഒരു ദിവസം മീൻ വാങ്ങിച്ചാൽ പിറ്റേ ആഴ്ചയിൽ ഒരു ദിവസം ഇറച്ചി വാങ്ങിക്കും, മൂന്നാമത്തെ ആഴ്ചയിൽ ഒരു ദിവസം മുട്ട വാങ്ങിക്കും. ഇത്രേ ഉള്ളൂ. ബാക്കി വില കുറഞ്ഞ വെജിറ്റബിൾസ്, അതിനേക്കാൾ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ലക്ഷറിക്ക് ജോലി ചെയ്യുന്നില്ലയോ, കാശുണ്ടാക്കുന്നില്ലയോ, ഉണ്ട്. പക്ഷേ എൻ്റെ മെയിൻ എയിം സുവിശേഷ വേലയാണ്. അതിനുവേണ്ടി മുടക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ നോക്കിയേ പറ്റുള്ളൂ. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. വീട്ടിൽ വെച്ചൊരു കൊച്ചു മീറ്റിംഗ് ആരംഭിച്ചു. ഞാൻ ഒന്ന് തൊട്ടോട്ടെ. ഒരു ദിവസം വീട്ടിൽ ഞാനും ജനമേം വേറെ ഒരു ബ്രദർ ബാബു ഉണ്ട്. ഞങ്ങൾ 3 പേരും മാത്രം ഇരുന്ന് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ അന്യഭാഷ പറഞ്ഞു. ശകലം കഴിഞ്ഞപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞ് കതക് തുറന്നപ്പോൾ രാമുഡു എന്ന പേരിൽ ഒരാൾ മുറ്റത്ത് നിൽക്കുന്നു. അവിടെ വർക്കെന്ന കാര്യമായിട്ടില്ല. അന്ന് രാമുഡു എന്നു പേരുള്ള ഒരാൾ മുറ്റത്ത് നിൽക്കുന്നു. അയാൾ ചോദിച്ചു, നിങ്ങൾക്ക് ക്രിസ്തീയ മന്ത്രവാദം അറിയാമല്ലേ? എൻ്റെ നടത്തിയ വിധങ്ങൾ എന്ന പുസ്തകത്തിൽ ക്രിസ്തീയ മന്ത്രവാദം എന്ന് ഞാൻ ഇട്ടിട്ടുണ്ട്. കേട്ടിട്ടുള്ളവരുടെ കൈയൊന്ന് കണ്ടോട്ടെ. എൻ്റെ ദൈവമേ, നിങ്ങളുടെ സീനിയർ പാസ്റ്റർ ഞാൻ എഴുതി നടത്തിയ വിധങ്ങൾ എന്ന പുസ്തകത്തിനകത്ത് ഈ കഥ ചേർത്തിട്ടുണ്ട്. ഇതുവരെ വായിച്ചിട്ടില്ല. കുഞ്ഞുങ്ങളെ മലയാളത്തിലേ ഉള്ളൂ, സോറി ഫോർ ഇറ്റ്. സന്തോഷം ഒരിക്കലും അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തായിരുന്നു, ബട്ട് നെവർ സോ ദ ലൈറ്റ്. പ്രിൻ്റ് ചെയ്തിട്ടില്ല, ഒത്തില്ല. അവൻ്റെ കുറ്റം കൊണ്ടല്ല പ്രിൻ്റ് ചെയ്യാൻ, എൻ്റെ കുറ്റം കൊണ്ടിടാ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ, ഇനിയും കുറച്ചുകൂടെ വരട്ടെ പിന്നാട്ടെന്ന് പറഞ്ഞാൽ പ്രിൻ്റ് ചെയ്യാതെ പോയത്. അത് പിന്നെ എന്തെല്ലാം കാര്യങ്ങളായി. ഓക്കെ, അതുകൊണ്ട് അത് ഇംഗ്ലീഷ് പ്രിൻ്റ് ചെയ്യാതെ പോയത്. ആ മലയാളത്തിൽ ഇത് കിടപ്പുണ്ട്. രാമുഡു മുറ്റത്ത് വന്നൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് ക്രിസ്തീയ മന്ത്രവാദം അറിയാമല്ലേ? ഞാൻ ചോദിച്ചു, മന്ത്രവാദമോ? നിങ്ങൾ ചൊല്ലുന്നത് കേട്ടല്ലോ. കാര്യം അവന് അന്യഭാഷ ഞങ്ങൾ ചൊല്ലുന്നത് കേട്ടിട്ട് മന്ത്രം ചൊല്ലുക എന്നാണ് അവന് തോന്നിയത്, ക്രിസ്തീയ മന്ത്രം. ഞാൻ ചോദിച്ചു, നിനക്കിതിനെക്കുറിച്ച് എന്നെ അറിയാം? അത് പറയാം. അദ്ദേഹം ഒരു ബോക്സറായിരുന്നു. അങ്ങനെ ബോക്സിങ് ചെയ്ത കൂട്ടത്തിൽ ആരാണ്ടൊരുത്തൻ കയറി ഒരു ഇടി ഇടിച്ച് വാരിയെല്ല് ഒടിഞ്ഞു പോയി. ഒടിഞ്ഞ വാരിയെല്ലുമായി അതങ്ങ് പഴുത്തു, മരണത്തോടടുത്തു. മിലിറ്ററിയിലെ ഒരു ലോവസ്റ്റ് റാങ്കാണ് ഇവന്, ലോ റാങ്കാണ്. അങ്ങനെ ഒരുത്തനെ വലിയ കെയറൊന്നും മിലിറ്ററിയിൽ നിന്ന് കൊടുക്കത്തില്ല. ഇതെല്ലാം പഴുത്ത് കഴിഞ്ഞ പിന്നെ ഡയഗ്നോസ് ചെയ്തത് എല്ലു വരെ പഴുത്തു എന്ന്. ഇനിയും ചാകുകയല്ലാതെ മാർഗ്ഗമില്ല. അങ്ങനെ എന്നെ ആശുപത്രിയിൽ, ഉദംപൂരിലെ ആശുപത്രിയിൽ മിലിറ്ററി ഹോസ്പിറ്റലിൽ ഇട്ടിരിക്കുന്ന കാലം രാമുഡുവിൻ്റെ സാക്ഷിയാണ്, അല്ലെ അവൻ്റെ വാചകങ്ങളാണ്. എൻ്റെ അടുത്ത് വേറൊരു ക്രിസ്ത്യാനി കിടപ്പുണ്ടായിരുന്നു. അവനെ കാണാൻ ആരോ ഒക്കെയോ വരുമായിരുന്നു. അവനും സീരിയസാണ്, ഞാനും സീരിയസാണ്. സീരിയസായ ആളുകളെ ഇടുന്ന ബോൺ വാർഡിലായിരിക്കണം. ഇവൻ്റെ എല്ലൊടിഞ്ഞ് പഴുത്ത് കിടക്കുക. സീരിയസായ ആളുകളെ ഇടുന്ന സ്ഥലത്ത് ഞങ്ങൾ രണ്ടും അടുത്തടുത്ത ബെഡില്ല. അവനെ കാണാൻ ആരോ പെന്തിക്കോസുകാർ വരുമായിരുന്നു. അവർ വരുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ മന്ത്രം ആ പുള്ളി പറയുമായിരുന്നു, അന്യഭാഷ പറയുമായിരുന്നു. കുറച്ച് ദിവസം കൊണ്ട് അവനങ്ങ് സുഖമായി. അവൻ്റെ ഡിസ്ചാർജ് ആകുന്ന ദിവസം ഞാൻ അവനോട് പറഞ്ഞിടാ, ഇന്ന് നിന്നെ കാണാൻ മറ്റൊരു വരികയാണെങ്കിൽ എനിക്കും കൂടെ ഒന്ന് മന്ത്രം പറഞ്ഞേച്ച് പോകാൻ പറയണേന്ന്. അന്ന് അവൻ്റെ ഡിസ്ചാർജാണ്. ഈ പുള്ളികൾ അവിടെ ചെന്നു, പെന്തക്കോസ്തുകാർ അവിടെ ചെന്നു. ഇവൻ പറഞ്ഞു, ആ രാമുഡുവിന് വേണ്ടിയും കൂടെ ഒന്ന് പ്രാർത്ഥിച്ചേക്കണേന്ന്. അവരെൻ്റെ അടുക്ക വന്ന് എനിക്കും മന്ത്രം പറഞ്ഞു. ഇവന് ഡിസ്ചാർജായി, എല്ലാവരും കൂടെ അങ്ങ് പോയി. അന്ന് എനിക്ക് കുറയാൻ തുടങ്ങി. ഒരാഴ്ചക്കകം എനിക്കും സുഖമായി.
അന്ന് ഞാൻ ഈ മന്ത്രം കേട്ടത്. ഇത് 10-15 വർഷമായി. അതിനുശേഷം ഞാൻ വിവാഹിതനായി. 13 വർഷമായി എനിക്ക് മക്കളില്ല. സകല പണിയും നോക്കി, മക്കളില്ല. വൈദ്യന്മാരെ കൊണ്ട് ഒക്കത്തില്ല. എൻ്റെ അകത്ത് ആരോ പറയുന്നുണ്ട്, ആ മന്ത്രം അറിയാവുന്ന പുള്ളികൾ വന്ന കുഞ്ഞ് എനിക്ക്. പക്ഷേ എൻ്റെ വീട്ടുകാർ ഉപദ്രവം തുടങ്ങി. ഒരു കുഞ്ഞ് ജനിച്ചിട്ടില്ലെങ്കിൽ മോക്ഷത്തിൽ പോകത്തില്ല. മോക്ഷത്തിൽ കൊണ്ടുപോകണേ സ്വന്തം കുഞ്ഞ് വേണം. അതില്ലാത്തത് കൊണ്ട് ഈ സ്ത്രീയെ ഉപേക്ഷിച്ചേച്ച് വേറൊരുത്തിയെ വിവാഹം കഴിക്കാൻ എൻ്റെ വീട്ടുകാർ നിർബന്ധിക്കുന്നുണ്ട്. പട്ടാളത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം നടക്കുകയില്ല. എനിക്കാണ് ഇവളെ കളഞ്ഞു പോകാനൊട്ട് മനസ്സുമില്ല. അതുകൊണ്ട് ഈ ക്രിസ്തീയ മന്ത്രം അറിയാവുന്ന ആരെയെങ്കിലും ഉണ്ടെങ്കിൽ തപ്പി നടക്കുകയാണ് അവരെ കൊണ്ടൊന്ന് മന്ത്രം ചെയ്യിക്കാൻ, ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി. ഞാൻ പറഞ്ഞു, ഞാൻ മന്ത്രം എനിക്കറിയാം, കൊണ്ടുപോവാ. എനിക്ക് മന്ത്രം അറിയാം. നിൻ്റെ ഭാര്യയെ കൊണ്ട്, നീ കേട്ടില്ലേ ഞാൻ ചൊല്ലുന്നത്? കേട്ടു. പോയി നിൻ്റെ ഭാര്യയെ കൊണ്ടുപോവാ. അവൻ പറഞ്ഞു, സാറേ അത് അടുത്ത പ്രശ്നം, ഇവൾ വരികയില്ല. ഇവക്കൊരു ശകലം പോലും വിശ്വാസമില്ല. അല്പം വിശ്വാസമുള്ള എനിക്കാണ്. കാര്യം പണ്ടിത് ഭൂതമാ പ്രേതമാണെന്നും പറഞ്ഞ ആളുകൾ മുടിയെ പിടിച്ച് വലിക്കുകയും തലക്കിട്ട് തല്ലുകയും ഒക്കെ ഒത്തിരി കേസ് നടന്നതാണ്. അതുകൊണ്ട് ഇവൾ വരത്തില്ല സാറേ, ഇവിടെ ഇരുന്ന് അങ്ങ് ചൊല്ലിയാൽ മതി. ഞാൻ ഇവനെ പിടിച്ചു വെച്ച് ഇരുത്തി അങ്ങ് പ്രാർത്ഥിച്ചു. ഞാനും ജനമേം ബാബുവുണ്ട്. ഇവനെ പിടിച്ചു വെച്ച് ഇരുത്തി അങ്ങ് പ്രാർത്ഥിച്ചു. അവൻ ഇടയ്ക്കിടയ്ക്ക് മന്ത്രം ചൊല്ലാൻ വരുമായിരുന്നു. 1.5 മാസം കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഒത്തു, ദർ ഇസ് എ ഗുഡ് ന്യൂസ്, ഭാര്യ ഗർഭിണിയായി. കഴിഞ്ഞ 13 കൊല്ലം കൊണ്ട് ഒക്കാഞ്ഞതാ. മന്ത്രം ഒത്തു, നിങ്ങളുടെ വീട്ടിലോട്ട് വരണം. അങ്ങനെ രാമുടുവിൻ്റെ വീട്ടിൽ പോയി രാമുടുവിൻ്റെ വീട്ടിൽ പ്രാർത്ഥിച്ചു. നിങ്ങൾക്കറിയാമോ, ആദ്യത്തെ കൺവേർട്ട് ഞങ്ങൾക്ക് രാമുടുവാ. അവൻ കുടുംബമായി സുവിശേഷ വിളിക്ക് വേണ്ടി സമർപ്പിച്ചു. സകലതിൻ്റെയും ആകത്തുക മരുഭൂമിയിൽ ഒഴിച്ച, ഊഷരഭൂമിയിൽ ഒഴിച്ച വെള്ളം പോലെ ഇല്ലാതാകുമ്പോൾ ദൈവം തൻ്റെ ക്രിയ ആരംഭിച്ചു. അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും അതിൻ്റെ കൃപാവരമല്ല, ഒരടയാളമാണ്. ദൈവത്തിന് പ്രവർത്തിക്കുവാനുണ്ടെന്നും ജീവനുള്ള ഒരു ദൈവമുണ്ടെന്നും കാണുവാനുള്ള ഒരടയാളമായിട്ടാണ് അന്ന് അന്യഭാഷയിലെ പ്രാർത്ഥന വർക്കൗട്ട് ചെയ്തത്. എന്താ, നമ്മിൽ ചിലരെ കർത്താവ് അടയാളം ഏൽപ്പിക്കത്തില്ലേ? ഉണ്ട്. നിങ്ങൾ 1 മാനസാന്തരപ്പെടണം, 2 സ്നാനപ്പെടണം, 3 പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ഇത് ആരുടെ മേന്മയല്ല. അതിനു മുമ്പേ എയർഫോഴ്സ് ക്യാമ്പിൽ വന്നിരുന്ന ദൈവമക്കളിൽ ആരെക്കാളും കൂടുതൽ ഞാൻ വലിയ കാര്യം ചെയ്തിട്ടല്ല, പകരം ദൈവത്തിന് ചെയ്യാൻ ഉണ്ടായിരുന്നു. ദൈവം ഒരടയാളം കാണിച്ചതാ. ഞാൻ മുന്നോട്ട് വരാൻ പോകുകയാണ്. അവിടുത്തെ മീറ്റിംഗ് പതുക്കെ വളരാൻ തുടങ്ങി. ഒരു ദിവസം വൈകിട്ട് ഒരു 4 മണിയായപ്പോൾ ഞങ്ങളുടെ സന്തോഷിന്, ഞങ്ങളുടെ ഇളയ മോന് ഇന്നത്തെ പാസ്റ്റർ ജോൺസൺ, അന്നത്തെ ഞങ്ങളുടെ സന്തോഷ്, അവനാകെപ്പാടെ പനി അങ്ങ് വർദ്ധിച്ചു. ഏതാണ്ട് പരസ്യമായിട്ടൊന്ന് പറയുക, അവന് പനി അങ്ങ് വർദ്ധിച്ചു. ഹോസ്പിറ്റലിൽ പോയേ പറ്റൂ. ഞാൻ പറഞ്ഞു, മീറ്റിംഗ് കഴിയാതെ ഹോസ്പിറ്റലിൽ പോകാൻ ഒക്കുകയില്ല. ഞങ്ങളൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരോടും പറയാൻ കൊള്ളുകയില്ല. എൻ്റെ കുഞ്ഞുങ്ങൾ വൈകിട്ട് വഴക്കുണ്ടാക്കുമായിരുന്നു മീറ്റിങ്ങിൻ്റെ സമയം. എൻ്റെ വീട്ടിലാണ് മീറ്റിംഗ് നടക്കേണ്ടത്. മീറ്റിങ്ങിൻ്റെ സമയത്ത് കുഞ്ഞുങ്ങൾ വഴക്കുണ്ടാക്കുമായിരുന്നു. അവർ വഴക്കുണ്ടാക്കാതിരുന്നാലേ എനിക്ക് മീറ്റിംഗ് ശരിക്കും കൊണ്ടുപോകാൻ പറ്റുള്ളൂ. വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നാൽ എനിക്ക് മീറ്റിംഗ് നടക്കത്തില്ല. ഞാൻ ഇവിടെ ആരെയും ഇത് പറയല്ല, 3 പേരിരുന്ന് പ്രാർത്ഥിക്കുന്ന പോലെ അല്ല ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടുന്നത്. ഇവിടെ 2 കുഞ്ഞുങ്ങൾ വഴക്കുണ്ടാക്കിയാൽ വഴക്കുണ്ടാക്കുന്ന 2 എണ്ണം തമ്മിൽ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും. 2-3 പേര് അവരെ കളിപ്പിക്കാൻ കാണും. ദാറ്റ്സ് ഓൾ. ബാക്കിയുള്ളവർക്ക് ദൈവത്തെ ആരാധിക്കാം. പക്ഷേ മറ്റിടത്ത് സ്ഥിതി അതല്ല. ഞാനും ഭാര്യയും ആളുകളെ ശുശ്രൂഷിക്കേണ്ടത്. ഞങ്ങളുടെ കുഞ്ഞ് വഴക്കുണ്ടാക്കിയാൽ ഒന്നും നടക്കില്ല, 2 പേരാണ് പ്രാർത്ഥിക്കാൻ വരുന്നത്. അതുകൊണ്ട് വൈകിട്ടൊരു 4 മണി കഴിയുമ്പോൾ ഞാൻ കുഞ്ഞുങ്ങൾക്ക് സ്ലീപ്പിംഗ് ഡോസേജ് മരുന്ന് കൊടുക്കുമായിരുന്നു, എവറി സിംഗിൾ ഡേ. കാര്യം കുഞ്ഞുങ്ങളില്ല, സഭയ്ക്ക് എന്നെ അയച്ചത്. നിങ്ങൾക്കിത് മനസ്സിലാവുമെന്ന് തോന്നുന്നു. നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് ലെവൽ എന്തുവാ? കർത്താവിന് വേണ്ടി നിൽക്കണമെങ്കിൽ നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് ലെവൽ എന്തുവാ? എല്ലാ ദിവസവും വൈകിട്ട് 4 മണിയാകുമ്പോൾ ഞാൻ കുഞ്ഞുങ്ങൾക്ക് സ്ലീപ്പിംഗ് ഡോസേജ് കൊടുക്കും. 6-ന് മുമ്പേ ഉമ്മാർ ഉറങ്ങും. ചിന്നമ്മ എന്നോട് പറഞ്ഞു, 2 പേരെ സ്ലോ പോയിസൺ ചെയ്ത് കൊല്ലാതെ എന്നെ നാട്ടിലോട്ട് വിട് കുറച്ച് നാളത്തേക്ക്, കുഞ്ഞുങ്ങളൊന്ന് വളരുന്നത് വരാനുണ്ട്. ഞാൻ പറഞ്ഞു, നോ, ഇവിടെ വർക്ക് ചെയ്യാൻ തമ്പുരാൻ വിട്ടത്, കർത്താവ് ഇവരെ മാനിക്കും. ഒരു ദിവസം വൈകിട്ട് 4 മണിയായതോടെ സന്തോഷിന് ഭയങ്കര ഹൈ ടെമ്പറേച്ചർ, റിയൽ ഹൈ ടെമ്പറേച്ചർ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പറ്റി. ഞാൻ പറഞ്ഞു, നത്തിങ് ഡൂയിങ്. ഇപ്പോൾ പാൻ ഒക്കത്തില്ല, മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ അതുവരെ പാൻ ഒക്കത്തില്ല. കാര്യം നമ്മളിവിടെ നിന്നെങ്കിലും മീറ്റിംഗ് നടക്കുള്ളൂ. 2 പേരായിരിക്കും മീറ്റിങ്ങിന് വരുന്നത്, പക്ഷെ അവരെ ശുശ്രൂഷിക്കാനാണ് തമ്പുരാൻ ഇവിടെ നിർത്തിയത്. ഇന്ന് രാത്രിയിൽ ശുശ്രൂഷയുടെ കാഴ്ചപ്പാടുള്ള കുറേ പേരെ തമ്പുരാൻ എഴുന്നേൽപ്പിക്കട്ടെ. കെട്ടുറപ്പുള്ള ഒരു വിഭാഗം തമ്പുരാന് കൃപാവരം പകരാനുണ്ട്. ഇത് വാങ്ങിച്ചു വെക്കാൻ പാത്രം വേണം, ഇത് വാങ്ങിച്ചു വെക്കാൻ പാത്രം വേണം. ഞാൻ എന്നെ തന്നെ മറയ്ക്കാതെ ദൈവം മുമ്പിൽ ഇങ്ങോട്ട് എടുത്ത് വിളമ്പുക. മീറ്റിങ്ങിന് ഞങ്ങൾ ഇരിക്കുമ്പോൾ കുഞ്ഞിന് 104-ന് മേളിപ്പനിയുണ്ട്. 104-ന് മേളിപ്പോയി. ഒരു കുൽറ്റ് കൊണ്ട് പുതപ്പിച്ചു. തണുപ്പ് കാലമാണ്. ഒരു കുൽറ്റ് കൊണ്ട് പുതപ്പിച്ചു. മീറ്റിങ്ങിനിരുന്നു. മീറ്റിംഗ് തീരുന്ന സമയത്ത് ആളുകൾക്ക് ചായ കൊടുക്കാൻ വേണ്ടി, അന്ന് 10 പേര് കാണുമായിരിക്കും. എന്ത് ജനം, എന്തി 10 പേര്, അതിൽ കൂടുതൽ കാണും. അന്നത്തെ മീറ്റിങ്ങിന് 15 പേര് കാണാം.
അവർക്ക് ചായ ഇട്ട് കൊടുക്കാൻ പോവുക. ചായ അടുപ്പേ വെച്ചേച്ച് വന്ന് പാത്രത്തിൽ എടുത്തേച്ച് വന്ന് കുഞ്ഞിനെ എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കാനായിട്ട് ഈ കിൽറ്റ് മാറ്റിയപ്പോൾ ഇത് തണുത്ത് കിടക്കുന്നു. അത്രയും കൊണ്ട് മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. കംപ്ലീറ്റ്ലി തണുത്തു. ഇവളൊന്ന് വിളിച്ച് കരഞ്ഞു, ചായ എടുത്ത് വെച്ചു. ഞാൻ പറഞ്ഞു, സഹോദരന്മാരെ, നിങ്ങൾ ചായ എടുക്കുക. ഞാനും ചെന്ന് കുഞ്ഞിനെ കണ്ടു. കഴിഞ്ഞു എന്ന് മനസ്സിലായി. മിലിറ്ററി ക്വാർട്ടേഴ്സിലാണ്. ആശുപത്രി കൊണ്ടുപോകാതെ കുഞ്ഞ് മരിച്ചു. ഇതിനെ എന്നാ ചെയ്യുമെന്നറിയാൻ വയ്യ. ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഒക്കത്തില്ല. നമ്മൾ സഹോദരന്മാരെ, നിങ്ങൾ ചായ എടുക്കുക, ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോവുക. ആ നിന്ന ഡ്രസ്സിൽ, കുഞ്ഞിനെ ഇട്ടിരുന്ന ഡ്രസ്സിൽ എടുത്തു. ചിലമേ കുഞ്ഞിനെ മടി വെച്ചുകൊണ്ട്, തണുത്ത സന്തോഷിനെ എടുത്ത് മടി വെച്ചുകൊണ്ട് സ്കൂട്ടറിൻ്റെ പുറകിലോട്ടിരുന്നു. സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്ത് മുന്നിൽ ഓടുക. ആ കൂട്ടത്തിൽ പുറകിലൊരു ബാബു ഉണ്ട്. പുള്ളിക്കാരൻ പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിക്കാം, കുഞ്ഞ് കൊണ്ടുപോവാ. ഞാൻ പറഞ്ഞു, ബാബു പ്രാർത്ഥിയിട്ടിരുന്നു. അന്ന് ബാബുവാണ് ഉള്ളതിൽ അവിടെ സീനിയർ. ഞാൻ പറഞ്ഞു, ബാബു പ്രാർത്ഥിയിട്ട് ഞങ്ങൾ എളുപ്പം ഹോസ്പിറ്റലിലോട്ട് പോവാം. ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ബാബു പുറയുന്നൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന കണ്ട്, കർത്താവേ, ഞാനവിടെ ചെല്ലുമ്പം കുഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കാണണം. ബാബു പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടതാണ്. ബാബുവിൻ്റെ പൊട്ടത്തരത്തെ ഓർത്ത് ഞങ്ങൾ കരഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്നു. എമർജൻസിയിലെത്തി, മിലിറ്ററി ഹോസ്പിറ്റലിൽ എമർജൻസിയിലെത്തി. ഡോക്ടർ നേഴ്സ് നോക്കിയേച്ച് ഡ്യൂട്ടി ഡോക്ടറെ വിളിച്ചു. അദ്ദേഹം വന്ന് കണ്ണിങ്ങനെ പിടിച്ച് തുറന്ന് നോക്കി. 2-3 പ്രാവശ്യം ലൈറ്റ് അടിച്ചു. അവിടെ ഇവിടേക്കും തട്ടിയേച്ച് പറഞ്ഞു, സോറി, യു ആർ ടു ലേറ്റ് എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് മനസ്സിലാകാവുന്നവർക്ക് യു ആർ ടു ലേറ്റ്. തുടർന്ന് അദ്ദേഹം കേസ് റിപ്പോർട്ട് ഉണ്ടാക്കാൻ തുടങ്ങി. എത്ര മണിക്കാണ് ടെമ്പറേച്ചർ ഉണ്ടായിരുന്നത്, എന്നാ ഒടുവിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തത്, കൊടുത്ത മരുന്ന് എന്തോ ആയിരുന്നു, ഡീറ്റെയിൽസ് എടുത്തുകൊണ്ടിരിക്കുക. അദ്ദേഹം ഒരു 2-2.5 പേജ് തൻ്റെ റിപ്പോർട്ട് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞിനെ മാറ്റിയിട്ടിരിക്കുക. പിന്നെ അവിടെ നോക്കാൻ ആരുമില്ല. ദർ ഇസ് നത്തിങ് ടു ഡു, യു ആർ ടു ലേറ്റ്. അത് കഴിഞ്ഞു. ബാബു ഇതുണ്ടാവില്ലേന്ന് നടന്നു വരുന്നു. ബാബു ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവൻ കണ്ണങ്ങ് തുറന്നു. അങ്കിളിനൊരു വിളിയും വിളിച്ചു. ഡോക്ടർ എഴുതിയത് മൊത്തം വലിച്ചു കയറി. ആകപ്പാടെ വേറൊരു ചരിത്രത്തിലോട്ട് മാറി. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? മരിച്ചു കേൾക്കുന്ന ആദ്യത്തെ സംഭവമല്ല. കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങിയ ഓരോരുത്തരുടെയും ചരിത്രത്തിൽ എന്തെങ്കിലുമൊക്കെ പറയാൻ കാണും. ദൈവത്തിന് വലിയത് ഇവിടെ ചെയ്യാനുണ്ട്. ഞാനിത് വിശ്വസിക്കുന്നയാളാണ്. അതുകൊണ്ടാണ് വിശ്വസിക്കുന്ന ഒരു ഗ്രൂപ്പിനെ ദൈവം ഞങ്ങളുടെ കൂടെ തന്നത്. എന്നാൽ ഇന്ന് പകൽ ഏൽപ്പിക്കപ്പെടുന്ന ഒരു സമൂഹം ദൈവത്തിന് പകർന്നു വെക്കുവാൻ, നമ്മുടെ ചിലത് കാണാൻ, ഞങ്ങളുടെ വീട്ടിലുള്ളതിലേക്കും വലിയ ശരീരം അവന് കൊടുക്കാൻ ദൈവം തീരുമാനിച്ചതിൻ്റെ പുറകിൽ ഒരുപക്ഷെ അതായിരിക്കും കാര്യം. എന്നേക്കാൾ നീളമുള്ള, എന്നേക്കാൾ വണ്ണമുള്ള, എന്നേക്കാൾ വലിപ്പമുള്ള, അവൻ്റെ ചേട്ടനേക്കാൾ നീളമുള്ള. പലരും പറയാറുണ്ട്, പാസ്റ്ററുടെ നീളമുള്ള മോനെന്നും മൂത്ത മോനെന്നും. അത് രണ്ടാ. നീളമുള്ള മോനും മൂത്ത മോനും. പ്രൈസ് ദി ലോർഡ്. എന്തായിരിക്കും കാരണം? ദൈവം മുമ്പിൽ അർപ്പിക്കപ്പെട്ടതാ. പലരുടെ പ്രാർത്ഥനയാ തമ്പുരാൻ ചിലത് ചെയ്തതാ. ചില നല്ലതിനെ നമുക്ക് തരാൻ ശോധന ചെയ്യുന്ന ദൈവം കാണും. നിങ്ങളൊരു കാര്യം ചെയ്യ്. 1, നിങ്ങൾ മാനസാന്തരപ്പെട്. 2, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി സ്നാനമേൽക്ക്. പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ കർത്താവായ യേശു വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. 40-ാം വാക്യം. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഞാൻ ഈ ചെയ്യുന്നത് പോലെ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ 3 ഉപദേശങ്ങൾ ലഭിച്ചവർക്ക് സാക്ഷ്യത്തിലൂടെയുള്ള പ്രബോധനങ്ങൾ വേണം. ഇന്ന് എഴുന്നേറ്റ 2 സാക്ഷികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ ഇവിടെ കൊണ്ട് നിർത്തിയ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇപ്പം ഇതിനകത്തിരിക്കുന്ന പലരും അവരുടെ സാക്ഷ്യങ്ങൾ പറഞ്ഞവരാ. ഈ 3 ഘടകങ്ങളിലൂടെ പോയവർ. 1, രക്ഷ, മാനസാന്തരം. 2, സ്നാനം. 3, ആത്മസ്നാനം. ഇത് 3ഉം ലഭിച്ചവരോട് അനേക വാക്കുകളാൽ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിക്കുവാൻ തുടങ്ങി. നമുക്ക് സാക്ഷ്യത്തിലൂടെയുള്ള പ്രബോധനം. ചില പ്രബോധനത്തിൻ്റെ മുഖ്യ ഭാഗം എന്തായിരുന്നു? ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുക. ഈ തലമുറയിൽ നമുക്കൊരു രക്ഷ ആവശ്യമാണ്. കാര്യം ഈ തലമുറ വക്രതയുള്ളതാ. ഏത് ഭക്തനെയും പിടിച്ച് ഒതുക്കുന്നതാ ഈ തലമുറ. മറക്കരുത്. എന്നും വക്രതയുള്ള ഒരു തലമുറ ഏത് ഭക്തനെയും പിടിച്ച് ഒതുക്കുന്നതാണ്. അതുകൊണ്ട് ഈ തലമുറയിൽ നിന്ന് രക്ഷപ്പെടുക. ഈ തലമുറയിൽ കാണിക്കുന്നത് നിങ്ങൾ കാണിക്കരുത്. അതാത് തലമുറകളിൽ പിശാച് പലതും കുത്തിവെക്കും. ഒരിക്കൽ ഞാൻ ന്യൂഡൽഹിയിലായിരുന്ന സമയത്ത് പ്രത്യേകിച്ച് അനുഭവിച്ച ഒരു കാര്യം ഒന്ന് ഓർപ്പിക്കുക. അന്ന് ഒരിക്കൽ ടൈറ്റ് പാൻറ് ഒരു ഫാഷനായിരുന്നു. അതിന് തൊട്ട് മുമ്പേ വെൽ ബോട്ടം, അങ്ങനെയായിരുന്നു അന്ന് അതിനെ വിളിക്കുന്നത്. ഇന്ന് 2 പേരും കേൾക്കാനില്ല. അല്ലേ എന്നെപ്പോലുള്ളവർ പറയാറില്ല. ഞങ്ങൾക്ക് വയസ്സായെന്നേ. പിള്ളേരങ്ങനെ പറയാറുണ്ടോ? ഇപ്പം
രണ്ടുപേരും പോയി. ഇപ്പോൾ ഇവിടെ പലർക്കും അറിയാൻ പോലും വയ്യായിരിക്കും. ആന നിൽക്കുന്ന പോലെ ഇരിക്കും ഒരുത്തൻ നിൽക്കുന്നത് കണ്ടാൽ. ഈ പാൻറ്റിൻ്റെ ചുവടിൻ്റെ വീതി, ആനക്കാലൻ പാൻറ്റെന്ന് ചിലർ വിളിച്ചു, വെൽ ബോട്ടം എന്ന് വേറെ ചിലർ വിളിച്ചു. അടുത്ത ദിവസം ഇവനെ കണ്ട കൊതുക് പോലിരിക്കും. ഇതിനകത്ത് എങ്ങനെ കയറുമെന്ന് എനിക്ക് തന്നെ അറിയാൻ വയ്യ. ഞാനിത് ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. എൻ്റെ പാൻറ്റിൻ്റെ ബോട്ടം അന്നും ഇത് തന്നെ, പിന്നെ ഇത് തന്നെ. അന്നൊരിക്കൽ എൻ്റെ കൂടെ ഒരു ബ്രദർ രാജനുണ്ടായിരുന്നു. രാജൻ്റെ മക്കൾ രണ്ടൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ചർച്ചിലില്ല, ബാംഗ്ലൂരിലുണ്ടായിരുന്നു. രാജൻ പറയുമായിരുന്നു, ലെറ്റ് ദ വേൾഡ് ഓസിലേറ്റ് അറൗണ്ട് യു എന്ന് പറഞ്ഞാൽ ലോകം ഇങ്ങനെ ക്ലോക്കിൻ്റെ പെൻഡലം ആടുന്ന പോലെ ആടി അങ്ങോട്ട് കിളരും, ഇങ്ങോട്ട് താഴും, മറ്റിടത്തോട്ട് കിളരും. ഒരിക്കൽ ടൈറ്റ് പാൻ്റെ പിറ്റേ ദിവസം ബെൽബോട്ടെ, ഇതിങ്ങനെ കിടക്കും. പക്ഷേ എനിക്കെൻ്റെ വ്യക്തിത്വമുണ്ട്. രാജൻ പറയുന്ന വാക്കാ. ഈ കണ്ടതിന് എൻ്റെ കൂടെ കളിക്കാൻ എന്നെ കിട്ടുകയില്ല. എനിക്കൊരു വ്യക്തിത്വമുണ്ട്. വ്യക്തിത്വം കുടുംബശ്രേഷ്ഠതയെ മാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ, വേറെ ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഞാൻ പറയാം, എനിക്ക് ഒരു ആത്മസ്ഥാനമുണ്ട്. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മാവിനെ പ്രാപിച്ചവരോട് ഉള്ള പ്രബോധനമാണ് ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ തലമുറയിൽ നിന്നൊരു വേർപാട്. ഈ തലമുറയിൽ നിന്ന് എന്തുകൊണ്ടാണ് നമുക്ക് വേർപാട് വേണ്ടതെന്ന് അറിയാമോ? അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇറ്റ്സ് ടു ബിഗ്. അയ്യോ, നേരം പോയി. ഈ തലമുറയിൽ നിന്നുള്ള വേർപാട് കാര്യം, ദർ ഇസ് സംതിങ് കോൾഡ്, ഈ ആത്മാക്കൾക്കൊരു പകർച്ചയുണ്ട്. ഒരു ദുരാത്മാവ് എന്നിൽ ഉണ്ടെങ്കിൽ എൻ്റെ ശുശ്രൂഷ അനുഭവിക്കുന്നവരുടെ മേൽ ഈ ദുരാത്മാവിൻ്റെ പകർച്ച കാണും. ഇതേ കാരണത്താലാണ് അനേകരെ ഞങ്ങൾ ചർച്ചിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാത്തത്. ഒരുപാട് നല്ല ഗുണമുള്ളപ്പോൾ തന്നെ ദ്രവ്യാഗ്രഹം ഒരു മൂലയ്ക്ക് കാണും. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കർത്തൃമേശ വാങ്ങിക്കുന്നവനും അങ്ങേര് കൈവച്ച് പ്രാർത്ഥിക്കുന്നവനും ഒക്കെ കാലത്തിൻ്റെ പോക്കിൽ ദ്രവ്യാഗ്രഹിയായി മാറും. വേറൊരുത്തന് ഒരു വിടക്ക് കണ്ണ് കാണും. ഞാൻ അങ്ങോട്ട് പറഞ്ഞങ്ങ് ഒതുക്കാൻ നോക്കട്ടെ. ഒരുത്തന് ജഡമോഹം കാണും. യവൻ്റെ കൈ വെച്ച് പ്രാർത്ഥിക്കുന്നതിനൊക്കെ ഈ ജഡമോഹം വ്യാപരിക്കും, ഈ ദുരാത്മാവുടെ കൂട്ടത്തിൽ വ്യാപരിക്കും. നമ്മുടെ ഇടയിലും നമുക്കറിയാം, പണിയില്ലാത്തവർ ഈ അതാത് ബന്ധമുള്ള ആത്മാക്കളുള്ളവരുമായി പോയി ബന്ധപ്പെടും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇവന്മാർ ഇത് പകരും. ഇതങ്ങ് വല്ലാതാകും. ഈ വക്രതയുള്ള തലമുറയുടെ നടുവിൽ നിന്ന് രക്ഷപ്പെട്. ചുമ്മാതിരുന്നൊരു വക്രനോട് വർത്താനം പറഞ്ഞാൽ വക്രതയുടെ ആത്മാവ് ഇങ്ങോട്ടിഞ്ഞ് കയറും. ബേസിക്കലി നമുക്കെല്ലാവർക്കും തന്നെ നമ്മുടെ ജീവിതത്തിൽ ചില ബലഹീന വശങ്ങൾ കാണും. നമ്മളെല്ലാം ഈ ഭൂമിയിലെ ഈ മണ്ണിൽ നിന്ന് എടുത്ത നമ്മളെയെല്ലാം ആരെയും സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നതല്ല. നമ്മളെ ആരെയും വേറൊരു ഗോളത്തിൽ ഉണ്ടാക്കി ഇങ്ങോട്ട് വിട്ടതല്ല. ഇവിടുത്തെ മണ്ണ. ഇതിനകത്തുള്ള ഒരുപാട് ബലഹീനതകൾ നമുക്ക് കാണും. എൻ്റെ അകത്തൊത്തിരി പഴയ വേണ്ടാത്ത രാഷ്ട്രീയം ഒളിച്ച് കിടപ്പുണ്ടാവും. ഞാൻ രാഷ്ട്രീയക്കാരുമായിട്ട് ഇടപെട്ടാൽ മറ്റവണിഞ്ഞ് തല വെക്കും. പിന്നെ എനിക്കിതിന് നേരം കിട്ടുകയില്ല. നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ടോ? ഒരിക്കൽ ഈ ഒരു ബസ്സിൽ ഞങ്ങൾക്ക് കേരളത്തിൽ പോകേണ്ടതായിട്ട് വന്നു. ഇവിടുന്ന് കുറേ ശുശ്രൂഷകന്മാർക്ക് ഒരു ലക്ഷറി ബസ്സിൽ പോകണം. അന്നേരത്ത് പാസ്റ്റർ ജോഷി പറഞ്ഞത് ഓർമ്മയുണ്ട്. അത് കയറാൻ പറ്റിയില്ല. എന്തോ പറ്റി? സിനിമ. അതിൽ കിടന്ന് സിനിമ കളിക്കുന്നതിന് നിനക്കെന്നാ നഷ്ടം? അത് പാസ്റ്റർക്ക് പറയാം. ഇത് കണ്ട എനിക്ക് കണ്ണങ്ങ് മുറുക്കെ അങ്ങ് അടയ്ക്കും. അടച്ചാലും ആ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് മൊത്തം രംഗം ഓർമ്മ വരും. കാര്യം ഞാൻ പണ്ടത് കണ്ടതാ. എം എ ബ്രീസ് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ശല്യമില്ല. ഇനി അങ്ങോട്ട് നോക്കുന്നില്ല, വേറൊരിടത്തോട്ട് നോക്കിയാൽ കണ്ണ് തുറന്നതെങ്കിൽ സകല കണ്ണാടിയെന്നും ഇത് തന്നെ കാണാം. എനിക്കിതൊരു ഡിസ്റ്റർബൻസ്, എന്നെ ഇത് ശല്യപ്പെടുത്തത്തില്ല. പക്ഷെ ജോഷി പാസ്റ്റർ പറഞ്ഞു, ഇപ്പോഴല്ല, രക്ഷിക്കപ്പെട്ട കാലം, എൻ്റെ അകത്ത് മറ്റേത് കിടപ്പുണ്ട്, ഇത് ഇളക്കിക്കൊണ്ടുവരും. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അനാവശ്യമായ പത്രങ്ങൾ പോലും ഞാൻ വായിക്കാത്തതിൻ്റെ കാരണം എൻ്റെ അകത്ത് ഉറങ്ങിക്കിടക്കുന്ന ജഡമനുഷ്യനെ കുത്തി ഉണർത്തുന്ന ഒരു വേണ്ടാധീനം എനിക്ക് വേണ്ട. ഈ വക്രതയുള്ള തലമുറയിൽ നിന്നും രക്ഷിക്കപ്പെടുക. ചുമ്മാ അനാവശ്യം പറയുന്ന രണ്ടുപേരുടെ കൂടെ ഇരുന്ന് വർത്താനം പറഞ്ഞാൽ എൻ്റെ അകത്തുനിന്നും അനാവശ്യം പൊങ്ങി വരും. എൻ്റെ അകത്ത് മരിച്ച അനാവശ്യം മൊത്തം ഇനി ജീവൻ പിടിച്ചു വരും. പാമ്പ് എന്ന് പറയുന്ന ജീവി ചത്താലും അതിൻ്റെ വാൽ അനങ്ങിക്കൊണ്ടിരിക്കും. ഈ പുള്ളിയെ നമ്മൾ ഉപമിക്കുന്നത് പിശാചിനോടാണ്, അല്ലെങ്കിൽ പിശാചിനെ ഉപമിക്കുന്നത് പാമ്പിനോടാണ്. എത്ര രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞാലും വാൽ അനങ്ങിക്കൊണ്ടിരിക്കും. നമ്മുടെ ആരുടെയും ശരീരങ്ങൾ വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. കറക്റ്റല്ലേ? ശരീരങ്ങൾ വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. ഒരിക്കൽ ലാസർ വി മാത്യു പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒരു ഗായക സംഘത്തെ, ക്രിസ്ത്യൻ ഗായക സംഘത്തെ പൊട്ടിക്കാൻ പുള്ളി എടുത്ത പരിപാടി. അതിനകത്ത് രണ്ട് ക്ലാരനെറ്റൊക്കെ ഊതുന്നുണ്ട്. അപ്പോൾ ഇയാടേനേക്കാൾ നല്ല ടീമാണ് അത്. ഇതെല്ലാം കൊമേഴ്ഷ്യലാണ്. ആര് കൂടുതൽ കാശ് കൊടുക്കും, എവിടെ കാശ് കിട്ടും, ഇതൊക്കെ നോക്കിയാൽ നടക്കുന്നത്. ഇതിനകത്തെ ആത്മീയമൊക്കെ രണ്ടാമത്തേതാണ്. ഞാൻ ആത്മീയരുടെ കാര്യമല്ല പറഞ്ഞേ, ഈ സെക്കൻഡ് ലെവൽ കർത്താവിന് വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്തവരുടെ ചരിത്രം അല്ല ഞാൻ പറയുന്നത്. സെക്കൻഡ് ലെവൽ.
നല്ലൊരു ഗായക സംഘത്തെ വിളിക്കണമെങ്കിൽ, ക്രിസ്തീയ പാട്ടുകാരെ വിളിക്കണമെങ്കിൽ അവർ ചോദിക്കുന്ന കാശ. അത് ഏറ്റവും നന്നായി പാടുന്നവരെയാണ്. അപ്പോൾ ഈ ലാസറിനേക്കാൾ നന്നായി പാടുന്ന വേറൊരു ഗ്രൂപ്പുണ്ട്, അവർ ക്ലാരനെറ്റും ഒക്കെ വായിച്ചാൽ പോലും പാടുന്നത്. അപ്പം അവരെ തോപ്പിച്ചേ പറ്റുള്ളൂ. അതിന് ലാസർ ഒരു പരിപാടി കാണിച്ചെന്ന് പറഞ്ഞു, ഒരു കൊച്ചനെ ഒരല്പം വാളംപുള്ളിയുമായി കാണികളുടെ മുമ്പിൽ വിട്ടു. ഇപ്പം ക്ലാരനെറ്റ് വായിലോട്ട് വെക്കും, മറ്റവൻ ഈ വാളംപുള്ളി എടുത്ത് ക്ലാരനെറ്റ് വെള്ളം കൊണ്ട് നിറഞ്ഞു. അതിന് ഇവൻ 2 പുളി കൊടുത്തു. ഇല്ല, അവൻ്റെ അകത്തെ പുളി കാണുമ്പോൾ വായിക്കൂടെ വെള്ളം വരുന്നൊരു ഒരു പഴയ മനുഷ്യൻ കിടപ്പുണ്ട്, ഇതങ്ങ് ഇളകും. പാട്ട് തീർന്നു. ഓടക്കുഴലുകാരൻ പോയി, ഓടക്കുഴലിനകത്ത് മൊത്തം തുപ്പൽ. ക്ലാരനെറ്റ് കഴിഞ്ഞു, മൊത്തം തുപ്പൽ. എന്നാ പറ്റി? ഒരുത്തനൊരു പുളിയും കൊണ്ട് മുന്നേ വന്നതാ. എടാ, ഈ പുളി ഉള്ളവനെ ഒന്ന് ഒഴിവാക്കിയാൽ ഈ ശല്യം മാറത്തില്ലേ? നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ടോ? ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷപ്പെടുക. കാരണം ഇതിനകത്ത് കിടക്കുന്ന ദുരാത്മാവ് എൻ്റെ അകത്തോട്ട് കയറും. ആത്മീയരിൽ വക്രതയുള്ളവരുണ്ട്, ഒഴിവാക്കുക. ആത്മീയരിൽ വക്രതയുള്ളവനുണ്ട്. എല്ലാവരും പറയുന്ന നേരല്ല, എല്ലാവരും കാണിക്കുന്ന നേരല്ല. എൻ്റെ ദൈവകൃപ നഷ്ടപ്പെടുത്തുവാൻ ഇതുമായി ഒഴിവാകുക. ഈ ആശയം ഗ്രഹിക്കുന്നവർക്കായി സ്തോത്രം. 1 മാനസാന്തരം. ഞാൻ ഈ ഏരിയ അതിനു മുമ്പ് ഇത്രയും തൊട്ടിട്ടില്ല. 2 സ്നാനം, 3 ആത്മാഭിഷേകം. ഈ 3 ലെവൽ കഴിഞ്ഞവരോട് പറഞ്ഞു, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കപ്പെടുക എന്ന് അനേക സാക്ഷ്യങ്ങളാൽ അവരെ പ്രബോധിപ്പിച്ചു. മോനെ, ഇന്നടത്തിനാര് പോയത് ഇതേല, ഇന്നടത്തിനാര് വീണത് ഇതേല. അയ്യോ, മലയാളത്തിലൊരു പാട്ടുണ്ട്, എന്നിലും ഭക്തർ എന്നിലും ശക്തർ വീണു തകർന്നു ഈ പോർക്കളത്തിൽ. കാണുന്നു ഞാൻ അസ്ഥിക്കൂടങ്ങൾ ഭീകരം, വീരപൂമാങ്കളിൽ ഈ വീരന്മാരുടെ കൂട്ടത്തിൽ വീണവരുടെ അസ്ഥികൾ ഞാൻ കാണുന്നു. ഞാൻ ജനുവരി മാസത്തിൻ്റെ 1-ാമത്തെ ഞായറാഴ്ച ഇവിടെ തന്നെ കാണുന്ന എല്ലാ ഞായറാഴ്ചയും ഇവിടെ കാണണം. പക്ഷേ ജനുവരി മാസത്തിൻ്റെ 1-ാമത്തെ ഞായറാഴ്ച ഇവിടെ കാണത്തില്ല. 1-ാം തീയതിയല്ല, 8-ാം തീയതി ഞാനിവിടെ കാണത്തില്ല. 2 കാരണത്താൽ. ഒന്ന്, നമ്മുടെ ചർച്ചയിൽ നിന്നൊരു സഹോദരൻ എന്നോട് പറഞ്ഞു, ഞാൻ അതും കൂടെ ചേർത്തെടുത്തു. ശനിയാഴ്ച അവിടെ ഒരു കൺവെൻഷനുണ്ട്. ഞായറാഴ്ച രാത്രിയിൽ പാസ്റ്റർ ഡിക്സൺ എന്നെ വിളിച്ചു. ഡിക്സൺ വിളിച്ചാൽ പോകാതിരിക്കാൻ എനിക്ക് ഇന്നും ഒക്കത്തില്ല. ഒരു കമ്മിറ്റ്മെൻറ്റ് പെട്ടുപോയി. പണ്ടൊരിക്കൽ ഇദ്ദേഹം എൻ്റെ കയ്യിൽ ഒരു കുറച്ച് പൈസ ഒന്നിച്ചു തന്നു. പക്ഷേ ഞാൻ 2 പേരെ മാനിക്കാൻ ഉദ്ദേശിക്കുന്നു. 50,000 ഒന്നിച്ചെൻ്റെ തന്നു. ഒരു മലയാളി കർത്താവിൻ്റെ ദാസൻ, അങ്ങനെ കാശൊന്നും ഉള്ളവനല്ല. എന്നോട് ദൈവം ഇടപെട്ടു, ഞാൻ തരിക. ചർച്ചിലായ കൊണ്ട് കൊടുത്തത് 50,000 രൂപ. പക്ഷേ ഇപ്പോൾ അദ്ദേഹം എന്നെ ഒരു മീറ്റിങ്ങിന് വിളിച്ചാൽ പോകാതിരിക്കാൻ എനിക്ക് ഒക്കുകയില്ല. കാര്യം 50,000 വാങ്ങിച്ചുകൊണ്ട് പോരുന്നതാണ്. ഞാൻ പരസ്യമായിട്ട് ഇവിടെ പറയുന്ന അക്കൗണ്ട് ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ സോ ക്ലിയർ. ഇപ്പോൾ എനിക്ക് പോകാതിരിക്കാൻ ഒക്കത്തില്ല. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പക്ഷേ അങ്ങനെ നിർബന്ധിക്കാൻ ഞാൻ വന്നോളാം, അല്ലാതിരിക്കാൻ ഒക്കത്തില്ല. ഈ ഡിക്സൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുക്കൽ ഒരു മല കാണിച്ചു തരും. പണ്ട് ആറമ്മട സന്യാസി താമസിച്ചിരുന്ന സ്ഥലമാണ്. ആറമ്മട സന്യാസി, അദ്ദേഹത്തിനൊരു പ്രത്യേക കൃപാവരമുണ്ടായിരുന്നു. ആരെങ്കിലും ഒരുത്തൻ അബദ്ധത്തിനൊരു സൂചി വിഴുങ്ങിപ്പോയി, അല്ലെങ്കിൽ ഒരു കണ്ണാടിയുടെ കഷണം വിഴുങ്ങിപ്പോയി, കൊച്ചു പിള്ളേർക്ക് ഇത് അധികം പറ്റുന്നത്, ഒരു മുട്ടുസൂചി അകത്തുപോയി, സെറ്റിപ്പൻ തുറന്ന് അകത്തുപോയി, ഇത് കുടലെ കുത്തിയിരിക്കും. ഇതെടുത്തൊക്കെ വരണമെങ്കിൽ ബുദ്ധിമുട്ടാണ്, ഒത്തിരി സർജറി കഴിയണം. പെട്ടെന്ന് ആളുകൾ ആറമ്മട സന്യാസിയുടെ അടുത്തോട്ട് അങ്ങ് കൊണ്ടുചെല്ലും. അങ്ങേർക്കൊരു കൃപാവരം ഉണ്ടായിരുന്നു. ഒരു പഴമെടുത്ത് പ്രാർത്ഥിച്ചങ്ങ് കൊടുക്കും, തിന്നോളാൻ പറയും. അതിലൊരിച്ചിരെങ്കിലും കടിച്ചു തിന്നാൽ മതി. അദ്ദേഹം പറയും, ഒരു മുറിയും കൊടുക്കും, ഇവിടെ താമസിച്ചു, നാളെ രാവിലെ ടോയ്ലറ്റിൽ പോകുമ്പോൾ ആ സൂചി വരും, ഇനി എടുത്തുകൊണ്ട് പോരണം, എങ്ങും കുത്തുകയില്ല. നാളെ രാവിലെ ടോയ്ലറ്റിൽ പോകുമ്പോൾ കണ്ണാടിയുടെ പീസ് വരും, ഇനി എടുത്തുകൊണ്ട് പോരണം, എങ്ങും കുത്തുകയില്ല. ദൈവം ഉപയോഗിച്ചൊരു മനുഷ്യനാണ്. തമിഴ്നാട്ടിൽ നിന്നും ഭ്രാന്തന്മാരെ കാളവണ്ടിയിൽ പിടിച്ചു കെട്ടിക്കൊണ്ടുവരും. ഈ മലയുടെ അടിവാരത്ത് വരുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അഴിച്ചു വിട്ടേക്കണം. എന്നോട് പറയുമോ, നമ്മുടെ അഴിച്ചു വിട്ടേക്കണം, ദൂതന്മാർ കാവലുണ്ട്, അവിടെ മുതൽ എൻ്റെ കടമയാണ്, ഞാൻ നോക്കിക്കോളാം, സുഖമായി തിരിച്ചു കൊണ്ടുക്കൂ. ഈ ഭ്രാന്തൻ അലച്ചു വിളിച്ച് നടന്ന് മേളിൽ കയറും, വേറെ ഒരു വഴിയേ പോകത്തില്ല, സുഖമായി തിരിച്ചു വരും. അതായിരുന്നു ആറമ്മട സന്യാസി. അദ്ദേഹത്തിൻ്റെ വീട് നാട്ടുകാർ ചേർന്ന് ചുട്ടുകരിക്കേണ്ടതായി വന്നു. ആ കരിഞ്ഞ കെട്ടിടത്തിൻ്റെ അവശിഷ്ടം മണ്ടയ്ക്കിരിപ്പുണ്ട്. ഒരിക്കൽ പാസ്റ്റർ കെ.ഇ. എബ്രഹാമും താനും കൂടെ ഒരു വിദേശയാത്ര കഴിഞ്ഞ് വരുമ്പോൾ സാമ്പത്തിക ക്രമക്കേട് തന്നിൽ കണ്ടുപിടിച്ചു. അന്ന് പാസ്റ്റർ കെ.ഇ. എബ്രഹാം പറഞ്ഞു, തന്നിലൊരു ദുരാത്മാവുണ്ട്. ഒരിടത്ത് ദൈവാത്മാവ് ശക്തമായി ഇങ്ങനെ ഉപയോഗിക്കുന്ന മനുഷ്യ, തങ്ങളിലൊരു ദുരാത്മാവുണ്ട്. നാം ദൈവത്തോട് അക്കമുണ്ടവിള. അനുസരിച്ചില്ല. വർഷങ്ങൾ കഴിഞ്ഞു. നാട്ടുകാർക്ക് ഇയാളെ കൊണ്ട് കിടക്കപ്പുറത്ത് ഇല്ലാതായി. കാര്യം കൃപയെന്നങ്ങ് വീണു, മറ്റവനങ്ങ് കയറി. ഉദാഹരണങ്ങൾ പറഞ്ഞു, ഉദാഹരണങ്ങൾ, പല സാക്ഷ്യങ്ങൾ പറഞ്ഞ്
അവരെ പ്രബോധിപ്പിച്ചു പറഞ്ഞു, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുക. ഞാൻ 3 എണ്ണത്തിലേ ആയുള്ളൂ. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുക. പിന്നെ നിങ്ങൾ രക്ഷിക്കപ്പെട്ടാൽ എങ്ങോട്ട് പോകണം? ഞാൻ അതും കൂടെ ഒന്ന് പറയട്ടെ. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കിട്ടും. ഞാൻ അവിടെ കൊണ്ട് ഇതങ്ങ് നിർത്തുകയെന്നു. അവർ 12:42 അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. കുറേ ഉപദേശങ്ങൾ ഒന്നിച്ചെഴുതിയിട്ടുണ്ട്. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് വിടുവിക്കപ്പെട്ടാൽ പിന്നെ നിങ്ങൾ എവിടെ പോകേണ്ടത്? അവിടുന്ന് രക്ഷപ്പെട്ടാൽ അപ്പോസ്തോലിക ഉപദേശത്തിൽ നിൽക്കുക, അവരോടുകൂടെ സഹവർത്തിത്വം. നമുക്ക് ബന്ധമുള്ളത് ജഡീകനോടല്ല, ലോകമനുഷ്യനോടല്ല, ദൈവജനത്തോടാണ്. ചീത്തത്തരം, പൊട്ടച്ചൊല്ല്, കളിവാക്ക് മുതലായി ഒരുപാട് ദോഷം ചെയ്യുന്ന ദുരാത്മാക്കൾ വസിക്കുന്ന പലരുമുള്ള ഈ മണ്ണിൽ 4ാമത്തെ ഉപദേശം വേർപാടാ. രക്ഷിക്കപ്പെട്ടു, അല്ലെ മാനസാന്തരപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. 4 വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു, ഒരു വേർപാടിലേക്ക് ഇറങ്ങി. വേർപാട് പുറമേ ഉള്ള വേർപാടുണ്ട്, അകമേയുള്ള വേർപാടുണ്ട്. ഈ തലമുറയോട് അനുരൂപമാകരുത്, ഈ ലോകത്തോട് അനുരൂപമാകരുത്, യാതൊരു രീതിയിലും ആകരുത്. ഞാനൊരു പ്രത്യേക കാരണത്താൽ കഴിഞ്ഞ ദിവസം കുറേയേറെ ആഴത്തിലൊരു വിഷയം പഠിക്കാനിടയായി. ഭയങ്കരമാണ്. ഞാനിതിവിടെ പരസ്യപ്പെടുത്താൻ പോവല്ല. ഒത്താൽ ഒരു ദിവസം ഒരു സിലക്റ്റഡ് ബോഡിക്ക് വേണ്ടി നമ്മുടെ വെബ്സൈറ്റ് ഇതിനകത്തൂടെ വടിക്കോൾ പ്രൊജക്ടറെ കൂടെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചാലും തെറ്റില്ല എന്നെനിക്ക് തോന്നുന്നുണ്ട്. ഞങ്ങൾക്കൊരിക്കലൊരു ഇമെയിൽ വന്നു. അതിനകത്ത് മലയാളി പാസ്റ്റേഴ്സ് എന്നട മേമീശ വെക്കാത്തത്, മലയാളി പാസ്റ്റേഴ്സ് എന്നട ഇത് വട്ടിക്കോൾ വെള്ള ഉടുപ്പിടുന്നത്, മലയാളി പാസ്റ്റേഴ്സ് എന്നട ചെരുപ്പിടാത്തത്, മലയാളി പാസ്റ്റേഴ്സ് എന്നട ആഭരണം ഉപയോഗിക്കാത്തത്, മലയാളി പാസ്റ്റേഴ്സ് എന്നട അത് കാണിക്കാത്തത്, മലയാളി പാസ്റ്റേഴ്സ് എന്നട ഇത് കാണിക്കാത്തതുകൊണ്ട് ഒരു കുറേ എഴുത്ത്. ഞാനിതിന് എഴുതാൻ മറുപടി എഴുതാൻ പോയി താമസിക്കും. സുല്ലാകുമ്പോൾ എന്നേക്കാൾ സോഫ്റ്റായിട്ട് എഴുതാൻ അറിയാം. അവനൊരു മറുപടിയും കൊടുത്തു. ഒത്തിരി സോഫ്റ്റായിട്ട് അവൻ എഴുതാൻ അറിയാം, എനിക്കത് അറിയാൻ വയ്യ. അപ്പോൾ അവൻ സോഫ്റ്റായിട്ടൊരു മറുപടി കൊടുത്തു. മീശ വെക്കണമെന്ന് പ്രമാണമില്ലാത്തിടത്തോളം ഞങ്ങൾ വെക്കാത്തതിന് ഞങ്ങളോട് എന്തിനാ വഴക്ക്? നീ വെക്കരുതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. നിന്നോട് പറഞ്ഞവരോട് പോയി ചോദിച്ചു ഞങ്ങളെന്തോ വേണം? ഇതൊക്കെ പറഞ്ഞാണ് അവൻ എഴുതിയത്. ഈ പുള്ളി ഇത് ഏതാണ്ട് 70ഓളം പേർക്ക് കോപ്പി ചെയ്തു. സുനിൽ അന്ന് കൊടുത്ത റിപ്ലൈ 70ഓളം ലീഡർഷിപ്പിലുള്ളവർക്ക് കോപ്പി ചെയ്തേച്ച്, മലയാളി പാസ്റ്റേഴ്സ് വീണുരുളുന്നത് കണ്ടോ? ഈ ആഭരണങ്ങൾ അല്ലെങ്കിൽ വെള്ളയുടുപ്പ്, ഇല്ലെങ്കിൽ മുടി വെട്ടുന്നത്, ഇല്ലേ മീശ പഠിക്കുന്നത്, ഇതൊക്കെ മലയാളികളുടെ ഏതോ ഒരു പഴഞ്ചൻ മോഡലാണ്. അത് നമുക്കത് വേണോ എന്നൊരാശയമാണ് ഇവൻ ആ പടം എഴുതി വച്ചിരിക്കുന്നത്. ഒരു 70 പേർക്ക് ഇവൻ ഇത് കോപ്പി ചെയ്തു അയച്ചു. ഈ 70 പേരിൽ ഒരു 10-12 പേരെങ്കിലും അത് എനിക്ക് ഇങ്ങോട്ട് തിരിച്ച് ഫോർവേഡ് ചെയ്തു. കേട്ടോ, ഇത് ഇവിടുന്ന് പോയതാണ്. സുനിൽ അയച്ചപ്പോഴേ മറുപടിയുടെ കോപ്പി എനിക്ക് വന്നിരുന്നു. ഇത് ഇവിടുന്ന് പോയതാണ്. ആണ്ട്രാ അവിടുന്ന് അത് ഇങ്ങോട്ട് എനിക്ക് കോപ്പി ചെയ്ത് അയച്ചു തന്നു. എന്നിട്ട് നിങ്ങളെന്തോ പറയുന്നു പറ, നിങ്ങളെന്തോ പറയുന്നു. അത്രയുമായപ്പോൾ എനിക്ക് തോന്നി ഇതിനെക്കുറിച്ചൊന്ന് പഠിക്കണം. അതുവരെ ഞാനിതിനെക്കുറിച്ച് അങ്ങനെ ഡെപ്തിൽ ഇറങ്ങി പഠിക്കാൻ താല്പര്യപ്പെട്ടിട്ടില്ല. ഞാൻ ഇങ്ങോട്ട് കയറിയപ്പോഴാണ് കാണുന്നത്, ഇത് പഠിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴാണ് കാണുന്നത്, എൻസൈക്ലോപീഡിയയിൽ നിന്ന് കിട്ടുന്ന വിവരം. മലയാളി ഉണർവിനെക്കുറിച്ച് കേൾക്കുന്നതിന് മുന്നേ 16-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭകാലത്ത് ഭൂമിയിൽ ആദ്യത്തെ ക്രിസ്തീയ ഉണർവ് വ്യാപരിക്കുമ്പോൾ അവരുടെ നിയമമായിരുന്നു എക്സ്റ്റേണൽ സെപ്പറേഷൻ. തേണ്ട കിടക്കുന്നു, എൻസൈക്ലോപീഡിയയിൽ കിടപ്പുണ്ട്. അതിനുശേഷം 17-ാം നൂറ്റാണ്ടിൽ 18-ാം നൂറ്റാണ്ടിൽ ഈ ഉണർവ് അമേരിക്കയിലേക്ക് വ്യാപരിച്ചു. അവരുടെ നിയമമായിരുന്നു എക്സ്റ്റേണൽ സെപ്പറേഷൻ, പുറമേ കാണുന്ന വേർപാട്. അത് വിശുദ്ധിയുടെ ഭാഗമാ, നിർബന്ധമാണെന്ന്. അതിനെ തുടർന്നാണ് കാണുന്നത്. ഇതെല്ലാം ഞാനീ പറയുന്ന വിവരങ്ങൾ മുഴുവൻ എൻസൈക്ലോപീഡിയയിൽ നിന്ന് അല്ല, ഒരു കൊച്ചു കഥപുസ്തകത്തിൽ നിന്നല്ല ഈ പറയുന്നത്. എൻസൈക്ലോപീഡിയയിൽ നിന്ന് 4 ലക്ഷത്തിലധികം, 4 ലക്ഷമാണോ ഫിഗർ ഞാൻ എടുത്തു തരാം, 4 ലക്ഷമാണോ 40 ലക്ഷമാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല, മേ ബി 40 ലക്ഷമായിരിക്കാം. സഭകൾ ഒരുമിച്ച് കൂടി, മലയാളി ഇല്ല, എന്തൊക്കെ ക്രിസ്ത്യാനി ഇല്ല, ഇന്ത്യക്കാരനില്ല, ലൂസിയാനയിൽ പെൻഡക്കോസ്റ്റൽ കോൺഫറൻസ് ഉണ്ടാക്കി. വേൾഡ് പെൻഡക്കോസ്റ്റൽ കോൺഫറൻസ് 40 ലക്ഷം ആണെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ 4 ലക്ഷമാണ് സഭകൾ ചേർന്ന്. അതിൻ്റെ ലിസ്റ്റ് ഇങ്ങോട്ട് എഴുതാൻ കിടപ്പുണ്ട്, ഒരു പേജിൽ കൂടുതൽ. അതായത് അസംബ്ലീസ് ഓഫ് ഗോഡ് ബ്രസീൽ, എത്ര സഭകളുണ്ട് അതിൻ്റെ കീഴിൽ, അങ്ങനെ ഇങ്ങോട്ട് കിടക്കുക. ഇവർ ചേർന്നിട്ട് തീരുമാനമെടുത്തു, നാം കാതോലിക്സ് അല്ല, നാം പ്രൊട്ടസ്റ്റൻറ്റും അല്ല, നമ്മൾ പെന്തക്കോസ്തുകാരാ. അവരുടെ വാചകം അതാ, നമ്മൾ കാതോലിക്സ് അല്ല,
നമ്മൾ പ്രൊട്ടസ്റ്റൻ്റുകാരുമല്ല, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച പെന്തക്കോസ്തുകാരാ. അതുകൊണ്ട് നമുക്ക് നമ്മുടേതായ മാനദണ്ഡം വേണം. അവരെല്ലാം കൂടി എടുത്ത ഒരു തീരുമാനം. ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടതിലേക്ക് എനിക്കങ്ങ് ഇഷ്ടപ്പെട്ട ഒരു വെബ്സൈറ്റ് ഉണ്ട്, whyleft.com. whyleft.com. ഒരുത്തൻ വിശ്വാസത്തിൽ വന്നിച്ച് പിന്മാറിപ്പോയ ഒരുത്തൻ ഞാൻ എന്തുകൊണ്ട് പിന്മാറി എന്ന് എഴുതിയിരിക്കുക. അപ്പോൾ അവൻ അറിയാവുന്നിടത്തോളം ആർഗ്യുമെൻ്റ് വേറെ ഒരു ചെകുത്താനും അറിയത്തില്ല. കാര്യം അവൻ പിന്മാറ്റക്കാരനാണ്. അവൻ എഴുതിയിരിക്കുന്ന ഒന്നാണ്, അതിനകത്ത് അവൻ പെന്തക്കോസ്തുകാരുടെ നിയമം കൊടുത്തിട്ടുണ്ട്. പറഞ്ഞു ഇന്ന നൂറ്റാണ്ടിൽ ഇന്ന നിയമം എടുത്തു. പക്ഷെ ഞാനിത് ഇങ്ങോട്ട് പഠിച്ചു കയറിയപ്പോൾ പെന്തക്കോസ്തുകാരൻ മലയാളി ഉണർവ് കാണുന്നതിന് മുമ്പേ ലോകത്തിൻ്റെ ജനകോടികൾ ഇതറിഞ്ഞു. ഞാൻ ഈ പുള്ളിക്ക് തിരിച്ച് ഇതെല്ലാം കൂടെ ചേർത്തൊരു എഴുത്തങ്ങ് എഴുതി. ഞാൻ അദ്ദേഹത്തിന് എഴുതി വെച്ച് പറഞ്ഞിടാ, ഇത് മലയാളി കണ്ടുപിടിച്ചതാന്ന് പറഞ്ഞാൽ ഒന്ന് നിൻ്റെ വിവരക്കേടാ, ദ പതറ്റിക് എക്സിബിഷൻ ഓഫ് യുവർ ലാമെൻറ്റബിൾ ഇഗ്നറൻസ്, ഓർ സംബഡി വാണ്ട് ടു ചീറ്റ് യു ബിക്കോസ് യു ആർ ഇഗ്നറൻറ്റ്. നിനക്ക് വിവരമില്ലാത്തതുകൊണ്ട് മറ്റൊരുത്തൻ മുതലെടുക്കുക. ഇത് പരിശുദ്ധാത്മാവിൻ്റെ കാഴ്ചപ്പാടാ. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ ഉപദേശിക്കാൻ തുടങ്ങി. എന്നോട് ക്ലോസ് ചെയ്യാൻ പോവാ. ഇവർ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടാലും വക്രതയുള്ള ഒരുത്തനകത്ത് കയറിയാൽ മതി, നമ്മുടെ അകത്ത് ഈ ചാകാതെ കിടക്കുന്ന പാമ്പിൻ്റെ വാലിൽ തട്ടിയാൽ മതി, ഇതിങ്ങനെ ജീവിച്ച് വരും. ഇവൻ പിന്നെയും പോക്കാം. അത് വരാതിരിക്കുവാൻ നിങ്ങളുടെ കോണ്ടാക്റ്റ് അപ്പോസ്തലന്മാരുമായി ആയിരിക്കണം. അവരപ്പോസ്തോലിക ഉപദേശത്തിൽ നിൽക്കുക. സഭയോട് ഞാൻ ഒരു പ്രാവശ്യം കൂടെ എടുത്തു പറയട്ടെ, ദൈവത്തിന് ചില വലിപ്പമുള്ളത് പകരാനുണ്ട്. ഒരുപാട് ചോദ്യം രണ്ടുപേരായിട്ട് ഇവിടെ ഉയർത്തിയല്ലോ, എന്തുകൊണ്ട് മരിച്ചവർ ഉയർക്കുന്നില്ല? റൈറ്റ്, ദൈവത്തിനൊന്ന് പകർന്നു വെക്കണമെങ്കിൽ അതിന് യോഗ്യമായൊരു പാത്രം വേണം. അതിന് യോഗ്യമായൊരു പാത്രമായി മാറുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്നുകൂടെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിന് ചിലത് ചെയ്യാൻ കാണും, ദൈവത്തിന് ചിലത് ചെയ്യാൻ കാണും, ദൈവത്തിന് ചിലത് ചെയ്യാൻ കാണും. ക്രിസ്തീയ ഉപദേശത്തിൻ്റെ ഭാഗമായി, പെന്തക്കോസ്തൽ ഉപദേശത്തിൻ്റെ ഭാഗമായി 1945 അവർ ഫോം ചെയ്ത ഒന്നാണ് വേൾഡ് പെന്തക്കോസ്റ്റൽ കോൺഫറൻസ്. അതിനകത്ത് ഞാൻ പറഞ്ഞു 40 ലക്ഷമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എൻസൈക്ലോപീഡിയ റെഫറൻസ് സഹിതം ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്. നാളെ രാവിലെ ഞാൻ പറയാം, അല്ലേ 4 ലക്ഷമാണ്. അതിനെ തുടർന്ന് വീണ്ടും ഒത്തിരി റിഫോർമേഷൻസ് ഒക്കെ നടന്നു, ഒരുപാട് കാര്യങ്ങൾ നടന്നു. ഞാൻ മുന്നോട്ട് വരട്ടെ. വേർപാട് വിട്ടുകളയാതെ സൂക്ഷിക്കേണ്ട ഒന്നാണ്. അതിൻ്റെ ഡെപ്ത് എന്തുവാ? അവനവൻ്റെ വളർച്ചയ്ക്കനുസരിച്ചിരിക്കും. ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന ഒരു എക്സാമ്പിളാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ ചോറുണ്ടെന്നിടത്ത് വട്ടത്തിൽ വാരിയിടും, അതുപോലെ എനിക്ക് വാരിയിടാൻ ഒക്കത്തില്ല. ദാറ്റ്സ് ഡിഫറെൻറ്റ്. കാര്യം നമ്മുടെ വളർച്ചയുടെ മാനദണ്ഡത്തിന് വ്യത്യാസമുണ്ട്. ദൈവത്തെ സേവിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട വിലപ്പെട്ട ദൈവീയ മാനപാത്രങ്ങളെ ദൈവത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുവാൻ കർത്താവ് എന്നെയും നിങ്ങളെയും ശക്തീകരിക്കട്ടെ. നമുക്ക് ദൈവത്തെങ്കിൽ എന്നത് പ്രാപിച്ചെടുക്കണം. ഞാനത് കഴിഞ്ഞു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീനെന്ന് പറഞ്ഞു. 4ാമത്തെ അടിസ്ഥാന ഉപദേശം, അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. നമ്മൾ നേരത്തെ പറഞ്ഞു, അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു വക്രതയുള്ള തലമുറയിൽ നിന്ന് മാറി. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. ഞാൻ തൊട്ട് കഴിഞ്ഞു. 5 കൂട്ടായ്മ ആചരിച്ചു, 6 അപ്പം നുറുക്കി, 7 പ്രാർത്ഥന കഴിച്ചു പോന്നു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ, 47-ാം വാക്യത്തിൻ്റെ ഒടുവിൽ രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഏറ്റവും കൂടുതൽ ടൈം എടുത്തത് ഇന്നാണെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ഒരു കൃപാവരത്തിൻ്റെ വ്യാപാരം ഇന്ന് നടന്നില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു സ്പെഷ്യൽ ഗൈഡൻസ് കിട്ടാൻ ഞാൻ എണ്ണ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരാൻ. ഒരു രാത്രിയിൽ ഒരു പകലും കൂടെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. ബട്ട് ആത്മാവ് നടത്താതെ ചെയ്താൽ അതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാകത്തില്ല. ഇന്ന് ഒരു ഉപദേശ വിഷയത്തിലൂടെ കയറുവാൻ, ഒരു കെട്ടുറപ്പുള്ള സഭ ദൈവത്തിന് വേണ്ടി വേർതിരിക്കുവാൻ, ദുരാത്മവ്യാപാരം വഹിച്ചുകൊണ്ട് നടക്കാതെ അതിനെ ഉപേക്ഷിച്ച ശേഷം ദൈവത്തിൻ്റെ ഭക്തന്മാരുമായി ബന്ധപ്പെടുവാൻ സ്വർഗം നമുക്കിടയാക്കട്ടെ. സകല മനുഷ്യൻ്റെയും ഉള്ളിൽ ആ പഴയ ചിന്തകൾ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ആ ആശയമുള്ള ഒരുത്തൻ്റെ അടുത്തു പോയാൽ നമ്മൾക്കിതിഞ്ഞ് വളർന്നു വരും. അയോഗ്യമായി ഇത് കണ്ടാൽ മാറുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. പണ്ട് ഉപദേശിമാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു എക്സാമ്പിളുണ്ട് ഈ പട്ടണത്തിൽ. നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അന്നൊക്കെ ഇന്നും ഉണ്ടേ, അഴുക്ക് ക്ലീൻ ചെയ്ത് കളയാനുള്ള ഒരു പാത്രമുണ്ട്, ഒരു കൊച്ചു വണ്ടിയുണ്ട്. അത് വയ്യ പറഞ്ഞയക്കും. എൻ്റെ വീടിൻ്റെ മുന്നിൽ കൂടെ വരുമ്പോൾ എൻ്റെ വീട്ടിലുള്ള അഴുക്കെല്ലാം കൂടെ ഞാൻ വരി അതേ കൊണ്ടിടും. പാൽ കച്ചവടക്കാരൻ പോയാൽ അഴുക്ക് കൊണ്ടിടത്തില്ല. അഴുക്ക് വണ്ടി കണ്ടാൽ എനിക്കറിയാം. നുണ പറയുന്നവനെ കണ്ട നുണ പറയുന്നവരെല്ലാം കൂടെ ചെല്ലും.
ഇല്ലേ? വ്യാജം പറയുന്നവനെ കണ്ടാൽ വ്യാജക്കാരെല്ലാം കൂടെ അടുക്കും. ഏത് വണ്ടി കണ്ടാലും അതിൻ്റെ ആളെടുക്കും. നമുക്കൊന്ന് പറയാം, ഞാൻ കൊണ്ടു നടക്കുന്ന ദൈവകൃപയാ, ഞാൻ ഇടപെടുന്നത് ദൈവകൃപക്കാരൻ്റെ കൂടെ, എൻ്റെ കയ്യിലുള്ളത് ദൈവകൃപയാ, ഞാൻ ദൈവത്തിൻ്റെ പൈതലാ, ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കും. ഒരു വേർപാടിലേക്ക് നമുക്ക് ഇറങ്ങി വരാം. ഇന്ന് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കർത്താവേ, അങ്ങയ്ക്ക് കൃപാവരങ്ങൾ പകർന്നു തരുവാൻ, വളർത്തുവാൻ ഞങ്ങളെ തിരഞ്ഞെടുക്കണേ. കണ്ണുകളടയ്ക്കാം. കർത്താവേ, ഇന്ന് രാത്രിയിലടി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് തന്ന ഈ സമയത്തിനായി ഞങ്ങളങ്ങ് വാഴ്ത്തുകയാണ്. ഉറപ്പുള്ള ഒന്നിനെ പട്ടണത്തിൽ കെട്ടി ഉയർത്തുവാൻ, കൃപാവരങ്ങൾ പകർന്നരുളുവാൻ, ഞങ്ങളെ ഉപയോഗിക്കുവാൻ ഞങ്ങളെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളെ രക്ഷിച്ചവനെ, മാനസാന്തരം തന്നവനെ, സ്നാനത്തിലേക്ക് നയിച്ചവനെ, ആത്മാവിനെ തന്നവനെ, ആത്മാവിന്റെ നടത്തിപ്പിൽ നിന്ന് ദൈവിക വേർപാട് സൂക്ഷിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തരണേ. മഹത്വം അങ്ങേക്ക്. ദുരാത്മാവിൻ്റെ വ്യാപാരം ട്രാൻസ്ഫർ നടക്കാതിരിക്കേണ്ടതിന് അയോഗ്യമായതിനെ അങ്ങ് മാറ്റണേ. മഹത്വം കർത്താവ് എടുക്കണേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എണ്ണ എടുക്കാനും പ്രാർത്ഥിക്കാനും